വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഭഗവത്ഗീത ക്ലാസ് അല്ല, ഗരുഡപുരാണം. നമ്മൾ ഗരുഡപുരാണം ഏകദേശം ഒരു 1.5 മാസം മുമ്പ് നമ്മൾ ഗരുഡപുരാണത്തിൻ്റെ പകുതിയോളം നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. അപ്പം അതിൻ്റെ ബാക്കി പലർക്കും കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഗരുഡപുരാണത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഗരുഡപുരാണത്തിൻ്റെ 2ാം ഭാഗമാണ്. നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പറയാൻ സമയത്തിൻ്റെ പരിമിതി മൂലം പറ്റാത്ത കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് ഈ ക്ലാസ്സിൽ പറയുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ശരിക്കും കർക്കിടകവാവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ക്ലാസ് അന്ന് എടുത്തത്. അപ്പോൾ എന്താണ് അമാവാസി, ഈ ബാഹുബലി എന്ന് പറയുന്ന സംഭവം എന്താണ്, പിന്നെ പിതൃക്ക് ഈ ശാന്തി സമാധാനം കൊടുക്കുന്ന ആ ബാഹുബലി ചടങ്ങ് എങ്ങനെയാണ് നടത്തേണ്ടത്, അതാരാണ് നടത്തേണ്ടത്, അതിനുള്ള യോഗ്യത എന്താണ്, അത് നടത്തിയില്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ഉള്ള പിതൃക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ പിതൃക്കൾക്ക് എന്താണ്, അത് ചെയ്തില്ലെങ്കിലുള്ള ദോഷം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ പറഞ്ഞു. കൂടാതെ എന്താണ് ഗരുഡപുരാണം എന്ന് പറയുന്നത് 18 പുരാണങ്ങളിൽ ഒരു പുരാണമാണ്. 11,000 ശ്ലോകങ്ങൾ വ്യാസദേവൻ്റെ രചനയാണ്. ഭഗവാൻ കൃഷ്ണൻ ഗരുഡദേവനെ ഉപദേശിക്കുന്ന രീതിയിലാണ് ഗരുഡപുരാണം നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെന്താണ്, മരണത്തിന് ശേഷം സംഭവിക്കുന്ന ആത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായ ശരീരങ്ങൾ, നമ്മുടെ സ്ഥൂല ശരീരമായ ഈ പഞ്ചഭൂതനിർഭരമായ ഈ ശരീരം, മരണത്തിന് ശേഷം നമുക്ക് മനസ്സ്, ബുദ്ധി, അഹങ്കാരത്തോടു കൂടിയ സൂക്ഷ്മ ശരീരം, അത് കഴിഞ്ഞ് പുത്രൻ ചെയ്യുന്ന പിണ്ടബലിയോട് ചേർന്ന് കിട്ടുന്ന പിണ്ട ശരീരം, അത് കഴിഞ്ഞ് പുണ്യവാന്മാർ സ്വർഗീയ ലോകങ്ങളിൽ പോകും. പാപികളായിട്ടുള്ള ആൾക്കാർ നരകലോകങ്ങളിലേക്ക്, 28ഓളം നരകങ്ങളുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കണക്കിലുണ്ട്, ലിസ്റ്റിലുണ്ട്. അതിനനുസരിച്ചുള്ള പാപങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ, ശിക്ഷകൾ നമ്മൾ നരകലോകത്തെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് നരകം, അവിടുത്തെ വർണ്ണന, യമരാജാവിനെ കുറിച്ചുള്ള കാര്യം, അവിടുത്തെ അവസ്ഥ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വിചാരണ കഴിഞ്ഞിട്ട് നമുക്ക് ആ യാതനകൾ അനുഭവിക്കാൻ വേണ്ടി യാതന ശരീരം കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേദനകളെല്ലാം നമുക്ക് ഉണ്ടാകും, പക്ഷെ മരണം ഉണ്ടാകില്ല. യാതന അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ശരീരമാണ് അത്. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിക്കുന്ന കാലത്തോളം ആ യാതന ശരീരത്തിൽ ഇരുന്നു കൊണ്ട് 28ഓളം നരകങ്ങളിൽ, പല നരകങ്ങളിൽ നമ്മൾ എത്രത്തോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം നരകങ്ങളിൽ പോകണം. അത് എത്രമാത്രം ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ കാലം അവിടെ കഴിയേണ്ടി വരും. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ശരീരം മാറുന്നുണ്ട്. അടുത്ത ശരീരം പിതൃശരീരമാണ്. യാതന ശരീരത്തിൽ നിന്ന് നമ്മൾ പിതൃലോകത്തേക്ക് പോകണം. അതിന് പിതൃശരീരം കിട്ടും. ആ പിതൃശരീരത്തോടു കൂടി നമ്മൾ പിതൃലോകത്ത് ചെന്നിട്ട് അവിടെ ഉള്ള ഏറ്റവും വലിയ ക്യൂവിൽ അവസാനത്തെ ആളായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഈ അവസാന ജന്മത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ആ ഫലം അനുഭവിക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നമ്മൾ വന്ന് ജനിക്കും. വീണ്ടും സ്ഥൂല ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കും. അത് കഴിഞ്ഞ് എന്താണ്, പിന്നെ വീണ്ടും നമ്മൾ ഇതെല്ലാം മറക്കുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ നടന്ന കാര്യങ്ങൾ നമ്മൾ മറക്കും. ഈ ഭൗതിക ലോകത്തേക്ക് വരുന്നത് വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. പക്ഷെ നമ്മൾ ഗർഭത്തിൽ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ അന്ധകാരത്തിൽ ആ ദുർഗന്ധപൂരിതമായ അല്ലെങ്കിൽ എന്താ പറയുക, എരിവ്, പുളിവ് തുടങ്ങിയുള്ള വേദന ഉണ്ടാക്കുന്ന അരസങ്ങളിൽ പെട്ട് കിടക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ, ഭഗവാനെ
വിളിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും, ഞാൻ ഒരിക്കലും ഇനി പാപങ്ങളൊന്നും ചെയ്യില്ല, ഞാൻ അങ്ങേ തന്നെ എന്താ പറയുക വിശ്വസിച്ചുകൊണ്ട് ഞാൻ ലോകത്ത് ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ലതായി ജീവിച്ചു കൊള്ളാം എന്നൊക്കെ സത്യം ചെയ്ത് നമ്മൾ പുറത്തു വരുമെങ്കിലും നമ്മൾ ഈ എന്താ പറയുക മായയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും പിന്നെ ഞാനെന്ന ഭാവം എന്നിലേക്ക് കടന്നു വരുന്നതോടുകൂടി നമ്മളിൽ വീണ്ടും എന്താ പറയുക ഈ പറയുന്ന ഭഗവാനെ മറന്നുകൊണ്ടുള്ള പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുകയും വീണ്ടും പാപകർമ്മങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് വീണ്ടും വീണ്ടും ജീവിക്കും. അവസാനം വീണ്ടും ഇതൊന്നും ചിലർ ഇതിനിടയിൽ കുറച്ച് സുഹൃത്തുക്കൾ എങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഭക്തിയുത ഭഗവത് സേവനം, അത് പത്മപുരാണത്തിലൊക്കെ പറയുന്ന ചെറിയ കർമ്മങ്ങൾ പോലും ഭഗവാൻ നമുക്ക് ഈ പറയുന്ന ഭക്തിയിലേക്ക് ഉയരാൻ സഹായിക്കുന്നതായ ജന്മങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് പറയുന്നത്. അപ്പോൾ പത്മപുരാണത്തിൽ ഇങ്ങനെയുള്ള കഥകളാണ് കൂടുതലുള്ളത്. അതിലൊരു കഥയെന്ന് വെച്ചാൽ ഒരു വേശ്യ സ്ത്രീയും ആ സ്ത്രീയെ പ്രാപിക്കാൻ താല്പര്യമുള്ള ഒരു പുരുഷനുമായിട്ട് ഒരു കാട്ടിൽ ചെല്ലുന്നു. അവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട്ടിലേക്ക് അവർ കയറുന്നു. അവരുടെ സംഘമെല്ലാം കഴിഞ്ഞു. അവർ അന്നത്തെ കാലത്ത് വെറ്റില മുറുക്കുന്ന ശീലമൊക്കെ ഉണ്ട്, ഇന്നും അങ്ങനെ ഒരു പാരമ്പരാഗമൊക്കെയാണ്. ശംഭു ഇങ്ങനെ തുളസി എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെയും പുണ്യനാമയുടെ പേരിലാണ് ഇന്നത്തെ ഈ വ്യക്തികളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അന്ന് ഇവർ വെറ്റില മുറുക്കുന്ന ആ പതുകൊണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് വന്ന ചുണ്ണാമ്പ് അവരെന്ത് ചെയ്തു, ആ ചുവരിൽ കറുത്ത പാടുകളായിട്ട് കടന്നത്തൊക്കെ തേച്ച് വെച്ചു. ശരിക്കും അതൊരു വിഷ്ണുവിൻ്റെ കലർന്ന അമ്പലമായിരുന്നു, ഭഗവാന്റെ ഒരു അമ്പലമായിരുന്നു. ഇവരെല്ലാം ഈ കഴുതെല്ലാം കഴിഞ്ഞു. അവർ കുറേ കാലം കഴിഞ്ഞ് അവർ മരിച്ചു. ശരിക്കും വേശ്യാവൃത്തിക്കൊക്കെ പോകുന്ന ഒരു സ്ത്രീക്ക് ഉറപ്പായിട്ട് എന്തായിരിക്കും അവർക്ക് നരകലോകനം ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവർ നരകത്തിലേക്ക് പോകേണ്ടി വന്നില്ല എന്നുള്ളതാണ് പത്മപുരാണം പറയുന്നത്. കാരണം അവർ ചെയ്തത്, അവർ ആ കയ്യിലിരുന്ന ചുണ്ണാമ്പ് പൂശിയത് ഭഗവാന്റെ അമ്പലത്തിലായിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞതാണെങ്കിലും ഭഗവാന്റെ അമ്പലമായിരുന്നു. ആ ചെറിയ ഒരു സൽക്കർമ്മം കാരണം അവർക്ക് നരകലോകങ്ങളിലേക്ക് പോകാതെ വീണ്ടും ഒരു നല്ല കുടുംബത്തിൽ ഒരു മനുഷ്യരുടെ കുടുംബത്തിൽ തന്നെ ജനിക്കാനും അവർക്ക് ഭക്തിയിലൂടെ ഉയർന്ന് അടുത്ത ജന്മം മോക്ഷം കിട്ടി പോകാനും കഴിഞ്ഞതായിട്ട് പറഞ്ഞു. ഇതുപോലെയുള്ള കുറേ കഥകൾ പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമ്മൾ ഇവിടെ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു മുറിക്കുള്ളിൽ ആണ്, ഒറ്റയ്ക്കുമാണ്, എന്നാൽ പോലും നമ്മോടൊപ്പം പരമാത്മാവിൽ ആയി ഭഗവാൻ നമ്മുടെ ഹൃദയഭാഗത്തുണ്ട്. ഭഗവാൻ അതറിയുന്നുണ്ട്. പിന്നെ എന്താണ്, ശ്രവണന്മാരെന്ന് പറഞ്ഞ് ബ്രഹ്മദേവിൻ്റെ സൃഷ്ടാക്കളായിട്ട് എല്ലാവരുടെയും ഹൃദയഭാഗത്ത് അല്ലാത്ത ആൾക്കാരുണ്ട്. അവരാണ് ഇതിലേക്ക് സാക്ഷ്യം പറയാൻ നരകലോകത്ത് ചെല്ലുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരുണ്ട്. പിന്നെ ചിത്രഗുപ്തൻ്റെ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വിഷ്വൽ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇതെല്ലാം കാണിച്ചു തരും ഈ ചെയ്തിട്ടുള്ള നല്ലതും പുണ്യവിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അവർ ചെന്നത് തർക്കിക്കാനൊന്നും പറ്റില്ല. എന്തായാലും അവരുണ്ട്. പിന്നെ സൂര്യചന്ദ്രന്മാരുണ്ട്. എല്ലായ്പ്പോഴും രാത്രി ചന്ദ്രനുണ്ട്, പകൽ സൂര്യനുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാന്റെ എന്താ പരമാത്മ രൂപേണ ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ എല്ലാം നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് എന്തായാലും ഭഗവാൻ നോട്ട് ചെയ്തവരാണ്, ഭഗവാൻ ശ്രദ്ധ കൊടുത്തിട്ടുള്ളവരാണ്, ഭഗവാൻ കാരുണ്യം ചൊല്ലിയിട്ടുള്ളവരാണ്. കാരണം ഈ തിരുവനന്തപുരം സിറ്റിയിൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ ഈ പറയുന്ന ഭക്തിയിലേക്ക് വരാൻ പറ്റിയിട്ടുള്ളൂ. ഭക്തൻ എന്ന് പറയുമ്പോൾ ഭക്തന്മാർ തന്നെ ഒത്തിരിയുണ്ട്. പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരു കുറിയിട്ട് വരുന്നവരെയും ഭക്തർ എന്ന് പറയാറുണ്ട്. പക്ഷെ അവർ ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ നോൺ വെജിറ്റേറിയനൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളിൽ പറയുന്നതനുസരിച്ച് പൂർണ്ണമായിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ മുഴുകുന്നവരായിരിക്കണം ഭക്തർ എന്നുള്ളതാണ്. ഒരു ജീവിയെയും കൊല്ലാൻ ആഗ്രഹിക്കാറില്ല അവർ. എല്ലാ ജീവികളോടും സമഭാവനയും സ്നേഹവും കാരുണ്യവും ഒക്കെ ഉള്ളവരായിരിക്കും. അവർക്കൊരിക്കലും ഈ മത്സ്യമാംസാദികളോ മുട്ടയോ ഒന്നും
കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഭക്തൻ. ഇനി പരിശുദ്ധ ഭക്തനെ കുറിച്ചൊക്കെ ഇനി പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും. എന്തായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പറഞ്ഞ വ്യത്യസ്തമായ തരം ശരീരങ്ങൾ, പിന്നെ ബലി, വാർഷിക ബലി, എന്തിനാണ് വാർഷിക ബലി ഇടേണ്ടത്, വാർഷിക ബലി ചെയ്യിക്കുന്ന ആളിൻ്റെ യോഗ്യത, അത് ചെയ്യുന്ന ആളിൻ്റെ യോഗ്യത, എങ്ങനെ ചെയ്യണം, അത് എന്തിന് ചെയ്യണം, അത് ചെയ്താൽ ഈ പിതൃക്കൾക്ക് കിട്ടുന്ന നേട്ടം, അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വരാവുന്ന ദോഷം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ പോയ ബാക്കി ഭാഗങ്ങളാണ്. ചിലർക്ക് ഈ ക്ലാസ് ചിലപ്പോൾ അത്ര രസിക്കില്ല, കാരണം ഇത് മൊത്തം ഈ പറയുന്നത് പോലെയുള്ള കർമ്മങ്ങളും കർമ്മത്തിൻ്റെ ഫലങ്ങളും, അപ്പം അത് അനുസരിച്ച് കിട്ടുന്ന എന്താ പറയുക, പാപികളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിന് കിട്ടുന്ന നരകങ്ങളെക്കുറിച്ചാണ്. ചിലർക്കെല്ലാം എന്തിനാണ് ഇങ്ങനെ ഇവിടെ വന്നിരുന്നു ഇതൊക്കെ പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്നത്, സ്വർഗവും നരകമൊക്കെ പറയാനാണോ പറഞ്ഞത്, ഭൗതിക ക്ലാസ് എടുത്തിട്ട് പോയാൽ പോലെ എന്തിനാണ്, കാരണം അവരുടെ ഉള്ളിലൊരു പേടി ഉണ്ടാവും. ഈ കാണിക്കുന്നതിലെല്ലാം തെറ്റാണ് എന്ന് അവർക്കറിയാം. കാരണം എന്തുകൊണ്ടറിയാം, നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഉള്ളിലിരുന്ന് പരമാത്മാവ് പറയും ഇത് തെറ്റാണെങ്കിൽ തെറ്റാണ്, ചെയ്യരുതെന്ന് പറയും. പക്ഷേ എന്തിലും നമ്മുടെ താല്പര്യം, നമ്മുടെ സ്വാർത്ഥ ചിന്ത കാരണം നമ്മൾ പലതും പരമാത്മാവിനെ ധിക്കരിച്ചു കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി പേടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കാനും പലർക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ചിലർക്ക് ഇത് കേൾക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ കാര്യം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ 28ഓളം നരകങ്ങൾ പറഞ്ഞ് അവസാനിച്ചു. ഇന്ന് നമ്മൾ അപ്പം പുണ്യവാന്മാർ, പുണ്യം ചെയ്തവർ സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പാപികളായിട്ടുള്ളവർ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഭക്തന്മാർ ഭഗവാന്റെ ആത്മീയ ലോകങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഭഗവാന്റെ സൃഷ്ടിയിൽ 4/3 ആത്മീയ ലോകങ്ങളാണ്. ഭൗതിക ലോകം എന്ന് പറയുന്നത് 4/1 മാത്രമേ ആകുന്നുള്ളൂ. അത് തന്നെ നമുക്ക് ഇന്നോളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? പ്ലാനറ്റുകളെക്കുറിച്ചൊക്കെ, ഓരോരോ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പറയുന്ന ക്ഷീരപഥം തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും, ഇതിനെ ഒരു ഗ്രഹത്തെ പോലും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. ഈവൻ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയിൽ പോലും ഇനിയും കണ്ടെത്താൻ കഴിയാത്ത സാഗരങ്ങളുടെയൊക്കെ ആഴം, അതിനകത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. കാരണം അത്രത്തോളം അഗാധവും മനുഷ്യൻ്റെ കഴിവിന് ഉപരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഭൂമിയിൽ പോലും ഉള്ളത്. അപ്പം പിന്നെ മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് ചന്ദ്രനിൽ പോയിട്ടുണ്ട്, ചില ഫോട്ടോകളൊക്കെ കൊണ്ടുവന്നു, പക്ഷേ പൂർണ്ണമായിട്ടും ചന്ദ്രൻ എന്താണെന്ന് ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ചന്ദ്രനിൽ തന്നെ ദക്ഷിണ ധ്രുവം, ഉത്തര ധ്രുവം ഇങ്ങനെ തുടങ്ങിയുള്ള സ്ഥലങ്ങളുണ്ട്. സൂര്യൻ ഉദിക്കാത്ത മേഖലകൾ, സൂര്യപ്രകാശം വരാത്ത മേഖലകൾ, മഞ്ഞുറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ പല പല മേഖലകൾ, അതൊന്നും നമുക്ക് പലർക്കും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഒത്തിരി ഗ്രഹങ്ങളുണ്ട്, ഈ പ്രപഞ്ചമുണ്ട്. ഇത് കൂടാതെ ഭഗവാന്റെ ഈ ലോകം, ഈ സൃഷ്ടി തന്നെ നമുക്ക് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ 100-1 പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ ഈ അവസാനം പറഞ്ഞു നിർത്തിയത് പാപികളായിട്ടുള്ളവർ നരകലോകങ്ങളിൽ പോകും. അത് 28 നരകങ്ങളുണ്ട്. എന്താണ് ഈ പുണ്യം ചെയ്തൊരു പുണ്യഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വർഗീയ ലോകങ്ങളിലേക്ക്, സ്വർഗ്ഗലോകം അടക്കമുള്ള ലോകങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് പുണ്യവാൻ? സത്കർമ്മങ്ങൾ, പുണ്യവാൻ എന്നുള്ള ചോദ്യം ഇവിടെ ഉദിക്കും. അപ്പം അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. നല്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരോടും സ്നേഹിക്കുക, എല്ലാവരെയും കാരുണ്യം കാണിക്കുക, ജീവജാലങ്ങളെ ആഹാരം കൊടുക്കുക, വേനൽക്കാലത്തെല്ലാം പക്ഷികൾക്ക് വെള്ളം വയ്ക്കുക, മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുക, പിന്നെ എന്താണ് അന്നദാനം കൊടുക്കുക, പിന്നെ വസ്ത്രദാനം, ജ്ഞാനദാനം, രക്തദാനം അടക്കമുള്ള ദാനങ്ങളൊക്കെ ചെയ്യുക, പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുക, കല്യാണം കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത വീട്ടിലുള്ള കുട്ടികൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക, അവിടെ സേവനങ്ങളൊക്കെ ചെയ്യാൻ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന സത്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈ സത്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്താ പറ്റുന്നത്? നമ്മുടെ പുണ്യം കൂടിക്കൊണ്ടിരിക്കും.
പുണ്യം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പുണ്യത്തിൻ്റെ അളവനുസരിച്ച് സ്വർഗ്ഗലോകത്തേക്ക് പോകും. പക്ഷേ ഒരിക്കലും ഭക്തർ സ്വർഗ്ഗലോകത്ത് പോകാൻ ആഗ്രഹിക്കില്ല. കാരണം എന്താണ്? സ്വർഗം എന്ന് പറയുന്നതും സ്ഥിരമല്ല. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്നാണ്. നമ്മുടെ പുണ്യം ക്ഷീണിക്കുമ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കും. അന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കാണില്ല. പുണ്യത്തിൻ്റെ അളവ് വളരെ കുറച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ദുഃഖത്തിലേക്ക് പോകേണ്ടി വരും. വീണ്ടും ഇവിടെ ജനിച്ച് മരിച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ സ്വർഗ്ഗലോകത്തെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. മറ്റു മതങ്ങൾ, സെമിറ്റിക് മതങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അൾട്ടിമേറ്റ് ഗോളെന്ന് പറയുന്നത്, ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗ്ഗലോകമാണ്. അവർക്ക് സ്വർഗ്ഗലോകം വരെ അവർക്ക് അറിയാത്തുള്ളൂ. അതുവരെ കുറിച്ച് മാത്രമേ അവരുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ അതിനുപരിയായിട്ടുള്ള വൈകുണ്ഠ ലോകങ്ങൾ, ആധ്യാത്മിക ലോകങ്ങൾ, പിന്നെ അതിനുപരിയാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ഗോലോക വൃന്ദാവനം. അപ്പം സ്വർഗം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും ഒരു കോമൺ സബ്ജക്റ്റാണ്. പക്ഷെ നമ്മൾ അതിനും ഉപരി, അതിന് മേലെ എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ അതിനേക്കാൾ ഉയർന്നതായിട്ടുള്ള ഈ സ്വർഗം എന്ന് പറയുന്നത് നിസ്സാരമാണ് ഭക്തൻ്റെ കണ്ണിൽ. കാരണം ഇവിടെ സൂചിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി സൂചിക്കാം അമേരിക്കയിൽ പോയാൽ, അതിനേക്കാൾ കുറച്ചും കൂടി സൂചിക്കാം നെതർലൻഡ്സിൽ പോയാൽ, അതിനേക്കാൾ കുറച്ചും കൂടി സൂചിക്കാം സ്വർഗ്ഗലോകത്ത് പോയാൽ. അത്രയുള്ള ആ സുഖത്തിൻ്റെ അളവ് പോലെ കൂടി വരുമെന്നല്ലാതെ അവിടെ നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കാനോ നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനോ പറ്റില്ല. നമ്മുടെ പുണ്യത്തിൻ്റെ അളവ് തീരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തിരിച്ചിങ്ങോട്ട് പോരേണ്ടി വരും. അപ്പോൾ ഈ പറയുന്നത് പോലെ ആഹാരം കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക, പാവപ്പെട്ടവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ജാതി ചിന്ത പുലർത്താതെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ്, ഇതൊക്കെ ചെയ്യുന്നവർക്കാണ് പുണ്യവാന്മാരാകുന്നത്. അവരാണ് സ്വർഗീയ ലോകങ്ങളിൽ പോകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പാപികളായിട്ടുള്ള ആൾക്കാർ. പാപം എന്ന് പറയുന്നത് ഇനി പറയാൻ നമുക്കറിയാമല്ലോ, ദയവില്ലാത്ത ജീവിക്കുന്ന ആൾക്കാർ. പിന്നെന്താണ്? വേദപുരാണങ്ങളൊക്കെ തള്ളി പറയുന്നവർ, ദാനധർമ്മമൊന്നും ചെയ്യാത്തവർ, പിന്നെ എന്താണ്? സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നവർ, അഹങ്കാരങ്ങൾ, ജാതി ചിന്ത പുലർത്തുന്നവർ, ഈശ്വരനെ വിശ്വാസമില്ലാത്തവർ, വിഷയത്തിൽ എല്ലാ വിഷയങ്ങളോടും അമിതമായ ആസക്തിയുള്ളവർ, പരിശുദ്ധി പാലിക്കാത്തവർ, യമനിയമങ്ങളെ തള്ളിപ്പറയുന്നവർ, ജീവജാലങ്ങളെല്ലാം കൊന്നു തിന്നുന്നവർ, പിന്നെന്താണ്? അഴിമതി, സ്വജനപക്ഷപാതം, ഇങ്ങനെയെല്ലാം കാണിക്കുന്നവർ, പിന്നെ കള്ളം പറയുന്നവർ, ചതി കാണിക്കുന്നവർ, ഗുരുവിനെ ഈശ്വരനെയൊക്കെ നിന്ദിക്കുന്നവർ, ഹോമം, പൂജ, തീർത്ഥയാത്ര ഇതൊന്നും നടത്താതെ ജീവിതം ഭൗതികമായ ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വയ്ക്കുന്നവർ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് പാപം ചെയ്യുന്നവർ. അവരെല്ലാം അവിടെ പോകും, നരകലോകങ്ങളിൽ പോകും. പിന്നെ അടുത്തതെന്താണ്? ഭക്തന്മാരെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അവർ ഭഗവത് ജീവിതത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടേതായ ജീവിതത്തിന് വേണ്ടി അവരുടേതായ ജോലി കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ഒപ്പം അവർ ഡെയിലി 16 മാലയൊക്കെ ജപിക്കും. സമയം കിട്ടുന്ന സമയത്തിൽ സേവനം ചെയ്യും. കുറച്ച് പൈസയൊക്കെ ഭഗവാന്റെ സേവനത്തിനൊക്കെ ഉപയോഗിക്കും. പിന്നെന്താ ചെയ്യുന്നവർ? യുഗധർമ്മമൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. സത്യസന്ധത, പരിശുദ്ധിയൊക്കെ പാലിക്കും. യമനിയമങ്ങളൊക്കെ അവർ പാലിക്കും. ഭാഗവതം, ഭഗവത്ഗീത ഒക്കെ പാരായണം ചെയ്യും. ഹരേകൃഷ്ണ മഹാമന്ത്രമൊക്കെ ജപിക്കും. ഭഗവാന്റെ വിഗ്രഹമോ കാളഗ്രഹമോ ഗ്രാമോ അല്ലെങ്കിൽ ചിത്രമോ ഇതൊക്കെ വെച്ച് പൂജിക്കാൻ ശ്രമിക്കും. തുളസിയെ പൂജിക്കും, പശുവിനെ പൂജിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കും. ആരോടും മോശമായി സംസാരിക്കത്തില്ല. ജാതി ചിന്തയൊക്കെ പുലർത്താതെ നല്ലവരായി ജീവിക്കുന്നവരൊക്കെയാണ് എന്താ പറയുക, ഭക്തരെന്ന് പറയുന്നത്. പക്ഷേ ഇതിനും ഉപരിയാണ് പരിശുദ്ധ ഭക്തരെന്ന് പറയും. പരിശുദ്ധ ഭക്തർ എങ്ങനെയായിരിക്കും? പരിശുദ്ധ ഭക്തർ 24 മണിക്കൂറും ഭഗവാന്റെ സേവനത്തിൽ. ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ നമ്മുടെ ഗിരിരാജ് പ്രഭു, ജനസാക്ഷിദാസ് പ്രഭു, സുശാന്ത് പ്രഭു, അവരെയൊക്കെ നമുക്ക് നോക്കിയാൽ അവർക്കെന്ന് പറഞ്ഞൊരു സമയം മാറ്റി വയ്ക്കാനില്ല അവർക്ക്. അവരെല്ലാം പൂർണ്ണമായിട്ടും ആർക്ക് വേണ്ടിയാണ് ജീവിതം വെച്ചിരിക്കുന്നത്? അവരെല്ലാം പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ജീവിക്കുന്നു. അവരുടെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും എല്ലാം ആർക്ക് വേണ്ടിയാണ്? അത് പൂർണ്ണമായും 100%. ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ 24 മണിക്കൂറും അല്ലെങ്കിൽ 100% അവർ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ മാറ്റി വെച്ചിരിക്കുന്നവരാണ്. അവരാണ് പരിശുദ്ധരായിട്ടുള്ള ഭക്തർ. മനസ്സിലായില്ല? അവർ എന്ത് സഹിക്കും കൃഷ്ണഭക്തിക്ക് വേണ്ടി, എന്ത് സഹിക്കും. ഭഗവാന്റെ ഭടന്മാരാണ് അവർ.
അവർ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ സമ്പാദ്യം, തനിക്ക് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആർക്ക് വേണ്ടി വിനിയോഗിക്കും? ഭഗവാന് വേണ്ടി. നമ്മളെങ്ങനെയാണ്, നമ്മുടെ വീട്ടിലുകാർക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക് എല്ലാം കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ നോക്കും എത്ര കൊടുക്കണം എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഭഗവാന് കൊടുക്കുന്നത്. പക്ഷെ അവരങ്ങനെയല്ല, അവർ അവരുടെ മാക്സിമം എന്നല്ല, അവരുടെ കയ്യിലുള്ളതെല്ലാം അവർ ഭഗവാന് വേണ്ടി വിനിയോഗിക്കും. പിന്നെ അവർക്ക് വേറെ ഇതുള്ളത് വെച്ചാൽ എന്താണ്? ഈ സുഖദുഃഖ ചിന്തയില്ല, ശുഭം അശുഭം ചിന്തയില്ല, ശത്രുമിത്രഭാവമില്ല, ശീതം ഉഷ്ണം അങ്ങനത്തെ ചിന്തയില്ല, ആദരം അനാദരം ഇങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളൊന്നും അവരെ ബാധിക്കാറില്ല. നമുക്കൊക്കെ ആണെങ്കിൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവും, അല്ലേ? നമ്മളെ പൂർത്തിയാൽ സന്തോഷം ഉണ്ടാവും. അവിടെ നമുക്ക് ദ്വന്ദ്മുണ്ട്. മറ്റേതിന് അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ത് പറഞ്ഞാലും എൻ്റെ കർമ്മം എനിക്കിങ്ങനെ നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് വിധി, അല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. ആദരവും അനാദരവും അവർ സഹിക്കും. അതുപോലെ ഭഗവാന് വേണ്ടി ശീതവും തണുപ്പും ചൂടും അവർ സഹിക്കും. ശത്രുമിത്രഭാവമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നവരായിരിക്കും, എല്ലാവരോടും സമഭാവനയായിരിക്കും, ഇന്ദ്രിയ നിയന്ത്രണം കൈവരിച്ചവരായിരിക്കും. പിന്നെന്താണ്? 24 മണിക്കൂറും ഭഗവാന്റെ ഭക്തിയുടെ ഭഗവത് സേവനത്തിൽ മുഴുകുന്നവരായിരിക്കും. അങ്ങനെ ഭക്തർ തന്നെ എത്ര വിധമുണ്ട്? 2 വിധം. സാധാരണ നമ്മളെപ്പോലെയുള്ള ഭക്തരും പരിശുദ്ധ ഭക്തർ, ഒരു പടി കൂടി കടന്ന് നിൽക്കുന്നവർ. നമുക്കും പരിശുദ്ധ ഭക്തരാകാം. അത് നമ്മുടെ മനസ്സ് വേണം, അതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി മാറും. എല്ലാവർക്കും പരിശുദ്ധ ഭക്തരയിലേക്ക് പോകാം. പാപിയാവുന്നത് പോലെ തന്നെ, പുണ്യവാനാകുന്നത് പോലെ തന്നെ, ഭക്തനാകുന്നത് പോലെ പരിശുദ്ധ ഭക്തനും നമുക്കാകാം. അപ്പം ഇങ്ങനെ ഭക്തി തന്നെ ഈ 2 വിധമുണ്ട്. പിന്നെന്താണ്? ഇനി നമ്മൾ അടുത്ത ഈ ഗരുഡപുരാണത്തിൽ പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ശരീരത്തിൽ ആ ഓരോ എലിമെൻസും, ആ ഓരോ ഭൂതങ്ങളും എന്തൊക്കെയായിട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. പൃഥ്വി എന്ന് വെച്ചാൽ ഭൂമി, നമ്മുടെ ശരീരത്തിലെ ത്വക്ക്, അസ്ഥി, മാംസം, രോമം ഇങ്ങനെയുള്ള രീതിയിലായിട്ടാണ് ഭൂമി ഉള്ളത്. ജലം വന്നിട്ട് നമ്മുടെ വായിൽ, ഉമിനീർ, പിന്നെ മൂത്രം, രക്തം, ബീജം, മജ്ജ, ഇതെല്ലാം ജലത്തിൻ്റെ അവസ്ഥകളാണ്. പിന്നെ വായു നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള ചലനങ്ങൾ, വേഗത, നിദ്ര, വായു എന്നുള്ള ചലനങ്ങളും വേഗം, നമ്മുടെ ശരീരത്തിൻ്റെ വേഗം, ഇതൊക്കെയാണ്. പിന്നെ അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിലുള്ള ദഹനരസം, എല്ലാത്തിനെയും ദഹിപ്പിക്കാനുള്ള ആ ശക്തിവിശേഷം അഗ്നിയുടെ പ്രഭാവമാണ്. നമുക്ക് നമ്മുടെ മുഖത്തുള്ള അല്ലെങ്കിൽ ശരീരത്തിലുള്ള കാന്തി, ഇതെല്ലാം ഈ പറയുന്ന അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആകാശത്തിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ശബ്ദവും ഗാംഭീര്യവും ശ്രദ്ധ, ഇതൊക്കെയാണ്. ഇങ്ങനെയാണ് ഗരുഡപുരാണത്തിൽ ഈ പഞ്ചഭൂതങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ എന്തൊക്കെയായിട്ട് നിലനിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈ 5 ഭാവവും കൂടിയ അതോടൊപ്പം നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ 3 കൂടെ ചേർന്നതാണ് നമ്മുടെ സ്ഥൂല ശരീരം. ഇതുകൂടാതെ സൂക്ഷ്മ ശരീരം, പിണ്ഡ ശരീരം, യാതന ശരീരം, ശരീരം, ഇങ്ങനെ ഇത്രയും ശരീരങ്ങൾ കൂടിയുണ്ട്. ശരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിലൂടെ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ടതാണ് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ് ഈ മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടത്. കാരണം നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ്. നമ്മൾ ശരിക്കും അറിയാമല്ലോ, ഭഗവാന്റെ ധാമത്ത് നമ്മൾ ഭഗവാനോടൊപ്പം കഴിഞ്ഞിരുന്നവരാണ്. ഏതോ ഒരു നിമിഷം നമുക്ക് സ്വയം എന്നെ ആരും സേവിക്കുന്നില്ല, എന്തുകൊണ്ട് എന്നെ ആരും സേവിക്കാത്തത്, എനിക്കും മറ്റുള്ള ഒരാൾ സേവിക്കപ്പെടണം എന്നൊരു ചിന്ത ഉള്ളിൽ വന്നപ്പോഴാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തേക്ക് വന്നത്. ഇവിടെ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ച് ബഹുനാം ജന്മനാമന്ത് ജ്ഞാനമാൻ മാം പ്രവർത്തിയത് കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെ നമ്മൾ അറിവ് നേടി ഭഗവാൻ പരമജീവിതപുരുഷനായ ഭഗവാനെ ആശ്രയിക്കലാണ്, ഭഗവാന്റെ സേവനം ചെയ്യലാണ് എൻ്റെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ഭഗവത് സേവനം ചെയ്യുന്നത് തിരിച്ചു പോകലാണ് ഈ മനുഷ്യജന്മത്തിലൂടെ നേടേണ്ടത്. അതിനെ സത്യസന്ധത പുലർത്തണം. എനിക്ക് അല്ലെങ്കിൽ എൻ്റേത് എന്ന ചിന്തകളൊക്കെ മാറ്റിവെക്കണം. കലിയുഗത്തിൻ്റെ യുഗധർമ്മം ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കണം, ഭാഗവതം, ഭഗവത്ഗീത, ഹരിനാമ കീർത്തനം, ഇതെല്ലാം ചെയ്യണം. പിന്നെ പുണ്യതീർത്ഥാടനങ്ങളൊക്കെ നടത്തണം, വൈഷ്ണവരെ സേവിക്കണം, സത്സംഗം നടത്തണം, ഭഗവാനെ സേവിക്കാനുള്ള അവസരങ്ങളെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഭക്തർ അറിയാമല്ലോ, പരിശുദ്ധ ഭക്തർ ഭഗവാന്റെ കൃഷ്ണലോകത്ത്, ഗോലോക വൃന്ദാവനം എന്നറിയപ്പെടുന്ന കൃഷ്ണലോകത്തും
സാധാരണ മറ്റുള്ള ഭക്തരെല്ലാം വൈകുണ്ഠ ലോകങ്ങളിലും ബ്രഹ്മോപകാസം അവസ്ഥാനം, ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ഭഗവാന്റെ ചുറ്റിലുമുള്ള പ്രഭ, ആ പ്രഭ അത് ആ ബ്രഹ്മത്തിൽ ചെന്ന് ലയിക്കും. പരിശുദ്ധ കൃഷ്ണ ഭക്തൻ ഗോലോക വൃന്ദാവനത്തിലാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഈ ഇത്രയും കാര്യങ്ങളിൽ മനുഷ്യ ജന്മത്തിൽ നമ്മളിരിക്കുമ്പോൾ മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം തന്നെ പുരുഷാർത്ഥം എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്താണ് പുരുഷാർത്ഥം എന്ന് പറയുന്നു? അതിങ്ങനെയാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ കാര്യങ്ങളാണ് പുരുഷാർത്ഥം. അതിങ്ങനെയാണ്: ധർമ്മിഷ്ഠനായി ന്യായമായ രീതിയിൽ കാശൊക്കെ ഉണ്ടാക്കി, അർത്ഥം എന്ന് പറയുന്നത് കാശ്, പണം, അതുണ്ടാക്കി ആവശ്യത്തിന് സന്തോഷിച്ച് ലളിതമായ ജീവിതത്തിലൂടെ എന്താണ് ഉയർന്ന ചിന്തയിലൂടെ മോക്ഷത്തിലേക്ക് പോകണം. അതാണ് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം എന്ന് പറയുന്നത്. അതാണ് പുരുഷാർത്ഥം. അങ്ങനെ പുരുഷാർത്ഥത്തിൽ വേണ്ടിയുള്ളതാണ് ഈ മനുഷ്യജന്മം. അപ്പോൾ ഇവിടെ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഗുരുവിനെ കണ്ടെത്തണം. ഗുരുവിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ അടുത്തേക്ക് തിരികെ പോകാനും കഴിയത്തുള്ളൂ. എല്ലാവരും ഒരു ഗുരുവിനെ കണ്ടെത്തണം. വളരെ അപൂർവം പേർക്ക് മാത്രമാണ് ഗുരുവിനെ സ്വീകരിക്കാണ്ട് തന്നെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക്, അവിടെ ഭഗവാൻ തന്നെ അവർക്ക് ഗുരുവായി മാറിയ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ കോമണായിട്ട് പൊതുവിൽ എല്ലാവരും ഗുരുവിനെ സ്വീകരിച്ചിരിക്കണം. ഗുരുവിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ പ്രതിനിധികളിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാനും ഭഗവത് സേവനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഭാര്യ, മക്കൾ, വീട്, പണം, ഇവയോടൊക്കെ അമിതമായിട്ടുള്ള ആസക്തി വച്ച് പുലർത്താൻ പാടില്ല. ജീവിതം എന്ന് പറയുന്നത് ഒരു മിന്നൽ പോലെയാണ്, വളരെ ക്ഷണികമാണ്. ഏത് നിമിഷത്തിലും നമ്മൾ മരിക്കാം. അപ്പോൾ ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് നമുക്കറിയാം, കോമണായിട്ട് 4 കാര്യങ്ങളാണ് മൊത്തത്തിൽ ജീവികൾക്കുള്ളത്. അതാണ് ആഹാര, ഭയ, നിദ്ര, ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണചേരുക, പിന്നെ എന്താണ് തനിക്ക് പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ തൻ്റെ പേരുള്ള ആക്രമണത്തിന് എതിരായിട്ട് പ്രതിരോധിക്കുക. ഈ 4 കാര്യങ്ങൾ കോമണാണ് എല്ലാ ജീവജാലത്തിനും. അത് ഉറുമ്പിനായാലും മനുഷ്യനായാലും ആനയ്ക്കായാലും ആട്ടിനായാലും എല്ലാത്തിനും, എല്ലാ ജീവജാലങ്ങളും ഈ 4 കാര്യങ്ങൾ കോമണായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യന് ഒരു വിശിഷ്ട ബുദ്ധി കൊടുത്തിട്ടുള്ളത് ഞാനാര്, ഭഗവാൻ ആര്, ഈശ്വരനും ഞാനും തമ്മിലുള്ള ബന്ധമുണ്ട്. നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ജനനം, എന്താണ് മരണം, എന്താണ് കർമ്മം, എന്താണ് ധർമ്മം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ചോദിച്ച് അതിലൂടെ ഭഗവാന്റെ അരികിലേക്ക് വരിക. ഗുരുവിനെ കണ്ടെത്തി ഗുരുവിൻ്റെ കാരുണ്യത്താൽ, നിർദ്ദേശത്താൽ നമ്മൾ ഭഗവാന്റെ ഭക്തി സേവനത്തിൽ കൂടുതൽ മുഴുകി നമ്മൾ ഈ ശരീരം ഉപയോഗിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകണം. അപ്പം അതിന് നമ്മൾ എല്ലാവരും ഈ ജന്മം വളരെ ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മത്തെ വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഇതാണ് ഈ പുരുഷാർത്ഥത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഗരുഡപുരാണം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ ഇപ്പം നമുക്കെന്തോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അല്ലെങ്കിൽ ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ട് കൃഷ്ണാബോധത്തിൽ വരാൻ കഴിയും. പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊന്നും അംഗീകരിക്കാൻ, ചിലപ്പോൾ ഇതിന് എതിരായിട്ട് നിൽക്കുന്നവർ കൂടി കാണും. എൻ്റെ വീട്ടിലൊക്കെ തുടക്കത്തിൽ ഭയങ്കര എതിരായിരുന്നു. ഞാൻ വേണമെങ്കിൽ പ്രത്യേകം താമസം വരെ മാറേണ്ട അവസ്ഥകൾ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ അല്ല. നല്ല മാതാപിതാക്കൾ ഒക്കെ ചിലർ ഇത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്നവരുണ്ടാവും. ചിലർ ഇതിനെ അംഗീകരിക്കില്ല. അവർക്ക് പേടി കൊണ്ടാണ്. കാരണം അവരുദ്ദേശിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറി അപ്ലൈമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടാവാം. എനിവേ പല മാതാപിതാക്കളും ഇതിനൊക്കെ എതിരായിട്ടൊന്നും നിൽക്കുന്നവരും ഉണ്ടാവും. പക്ഷെ നമ്മുടെ മാതാവ് അല്ലെങ്കിൽ പിതാവൊക്കെ ആയതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അവർക്ക് സദ്ഗതി കിട്ടണം. അതിനെന്ത് ചെയ്യണം? അതാണ് ഇനി ഗരുഡപുരാണത്തിൽ പറയുന്നത്. അത് ഇപ്പം ഒരാൾ രോഗിയായി കിടക്കുകയാണ്, മരണാസന്നനായി കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം? അയാൾ ചിലപ്പോൾ ഭക്തനായിരിക്കണമെന്ന് ഇല്ല, അയാൾ ഈ പറയുന്നതിനൊക്കെ വിരുദ്ധമായിട്ട് ജീവിച്ചിട്ടുള്ള ആളായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ എന്നുള്ളതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ രോഗി അല്ലെങ്കിൽ ആ മരണാസന്നനായി കിടക്കുന്ന ആളുടെ കഴുത്തിൽ ഒരു കണ്ടിമാല വാങ്ങിച്ച് കെട്ടിക്കൊടുക്കണം. നമ്മൾ പറ്റുമെങ്കിൽ ചിലപ്പോൾ എതിർത്തന്നിരിക്കും. അതുപോലെ തിലകം ധരിപ്പിക്കാൻ ശ്രമിക്കണം. പിന്നെന്താണ്, പുള്ളിക്ക് ഹരിനാമം, ഹരകൃഷ്ണ മഹാമന്ത്രമോ അല്ലെങ്കിൽ ജ്ഞാനപ്പാനയോ എന്തെങ്കിലുമൊക്കെ ഭഗവാനുമായി ബന്ധപ്പെട്ടത് കേൾക്കാനുള്ള ഒരു അവസരം. ഇപ്പം നമുക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചു ബോക്സൊക്കെ കിട്ടും.
അത് മാത്രമേ പാടിക്കൊണ്ടിരിക്കും അല്ലേ, ഹരകൃഷ്ണ മഹാമന്ത്രം അടക്കമുള്ള. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ആ മുറിയിൽ വെച്ചിരുന്നാൽ അത് കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് മരിക്കാനുള്ള ഒരു അവസരം കിട്ടും. പിന്നെന്താണ്, കൃഷ്ണൻ്റെ ഭഗവാന്റെ പ്രസാദം നമ്മളിവിടെ ഞായറാഴ്ചയൊക്കെ വരുമ്പോൾ കിട്ടുന്ന പ്രസാദത്തിൽ കുറച്ച് കൊണ്ടുപോയി അവർക്ക് കൊടുക്കണം. അതുപോലെ ഭഗവാനെ കുളിപ്പിക്കുന്ന ചരണാമൃതം അത് കൊണ്ടുപോയി കുടിപ്പിക്കാം. പിന്നെന്ത് ചെയ്യാം, തുളസിയുടെ സാന്നിധ്യം, തുളസി ദേവിയുടെ സാന്നിധ്യം ആ മുറിക്ക് അടുത്തായിട്ട് കൊണ്ടുവയ്ക്കാം. പിന്നെ ദർഭ, എള്ള് ഇവിടെയൊക്കെ സ്പർശനമൊക്കെ അവർ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെയൊക്കെ കുറച്ച് വിഷ്ണു ലോകത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കും. അതുപോലെ മരിക്കാറാവുന്ന സമയത്ത് ഗംഗാജലമെല്ലാം വായിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയാൽ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്, അതിന് അർഹത ഉള്ളവർ മാത്രമേ അത് കിട്ടുള്ളൂ. കാരണം ഇപ്പം ഗംഗാജലം വീട്ടിൽ ഇരുന്നാലും അത് കൊടുക്കാൻ അല്ലെങ്കിൽ അത് കഴിക്കാൻ ആ പുള്ളിക്ക് അപ്പോഴും അതിനുള്ള ഒരു ചാൻസ് കിട്ടണമെന്നില്ല. എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മളെല്ലാം വാങ്ങിച്ച് ഗംഗാജലമൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നാലും അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആട് തട്ടിപ്പോകാൻ ശേഷമായിരിക്കും അയ്യോ ഇവിടെ ഗംഗാജലം ഇരുന്നല്ലോ കൊടുത്തില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ആ പുള്ളിക്ക് അതിനുള്ള യോഗ്യത കുറഞ്ഞ പക്ഷം വേണം. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇപ്പം തിലകിടുന്നതിനും കണ്ടിമാല ധരിപ്പിക്കുന്നതിനും ഇതൊക്കെ ചെയ്യുന്നതിനും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതുപോലെ കൃഷ്ണപ്രസാദം, ഭഗവാന്റെ ചരണാമൃതം കൊണ്ട് കൊടുക്കൽ, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ പറയുന്ന പ്രാണൻ പോകുന്നത് ഓരോരുത്തർക്കും എങ്ങനെയൊക്കെയാണ് പോകുന്നത്. യോഗികളായിട്ടുള്ള ആൾക്കാർ അവരുടെ പ്രാണൻ പോകുന്നത് ബ്രഹ്മരന്ധ്രം എന്ന് പറയും. നമ്മുടെ തലയുടെ നടുക്കായിട്ട് കൊച്ചുകുട്ടികളുടെയൊക്കെ തല നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പതയ്ക്കും. അവിടെ തലയോട് കാണില്ല, ആ ഒരു കുറച്ച് പോർഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അപ്പോൾ ആ പോർഷനാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. ആ ബ്രഹ്മരന്ധ്രം പൊട്ടിയാണ് ഈ ആത്മാവ് എങ്ങോട്ട് പോകുന്നത്, മുകളിലേക്ക് ഈ പറയുന്ന ഉപരിലോകങ്ങളിലേക്ക് പോകുന്നത്. പിന്നെന്താണ്, സാധാരണക്കാരായ ആൾക്കാരുടെ അവരുടെ ഈ പറയുന്ന ആത്മാവ് പുറത്തേക്ക് ചാടുന്നത് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച അവരുടെ ഇന്ദ്രിയം, നാക്ക് കൂടുതൽ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നാക്കിലൂടെ ആയിരിക്കും പോകുന്നത്. കാഴ്ചകളിലോട് ഭയങ്കര ഭ്രമമുള്ള ആളാണെങ്കിൽ അവരുടെ ആത്മാവ് പുറത്തേക്ക് ചാടുന്നത് കണ്ണിലൂടെയായിരിക്കും. അതെല്ലാം ആഹാരം കഴിച്ച് ജീവിക്കും, അതിനുവേണ്ടി ജീവിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ വായൊക്കെ തുറന്നിങ്ങനെ അലറിക്കൊണ്ട് അങ്ങ് പുറത്തേക്ക് പോകും. പിന്നെന്താണ്, സെക്ഷുവലായിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അവരുടെ ഇന്ദ്രിയം വഴി ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള അവരുടെ ഇന്ദ്രിയത്തിലൂടെയാണ് ഈ ആത്മാവ് പുറത്തേക്ക് പോകുന്നതെന്നാണ് ഗരുഡപുരാണം പറയുന്നത്. പിന്നെ അടുത്ത പറയുന്നത് എന്താണ്, ശരീരത്തിൻ്റെ അവസ്ഥയാണ്. ആത്മാവ് പോയിക്കഴിഞ്ഞ ശരീരം 3 മണിക്കൂർ കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യാൻ തുടങ്ങും, ഇത് ക്രമിക്കാൻ തുടങ്ങും. ദുർഗന്ധം, വിഷമേറിയ ദുർഗന്ധം അത് വരാൻ തുടങ്ങും അതിൽ നിന്നും. പിന്നെന്താണ്, കൃമികൾ കൊണ്ട് നിറയും. അത് മണ്ണിൽ ലയിച്ചു ചേരും, അഗ്നിയിൽ ഭസ്മമാകും. ഈ പഞ്ചഭൂത തത്വം 5 ഇതിലേക്ക് പോരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരമെല്ലാം മണ്ണിലേക്ക്, ആ അസ്ഥി, ശരീരം, തൊക്ക്, തൊലിക്കൊക്കെ മണ്ണിലേക്ക്, ജലമായിട്ടുള്ള ജലപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജലത്തിലേക്കും, അഗ്നിപരമായിട്ടുള്ള അഗ്നിയിലേക്കും, ആകാശമായി വന്നിട്ടുള്ള ആകാശത്തിൽ, ഇങ്ങനെ 5 തത്വങ്ങളൊന്ന് പോകും. ഇനി നമ്മൾ അടുത്ത ഗരുഡപുരാണം പറയുന്നത് പഞ്ചകദോഷങ്ങളെക്കുറിച്ചാണ്. പഞ്ചകദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ എന്താ പറയുക, കരിനാളെന്നൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. മരിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക നക്ഷത്രങ്ങൾ ഇതൊക്കെയാണ് ഈ അവസാനത്തെ 5 നക്ഷത്രമാണ് ഈ കരിനാളായിട്ട് വരുന്നത്. അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഈ മരിക്കുന്നവരുടെ കുടുംബത്തിൽ ആവർത്തിച്ചുള്ള ഒരു 4 മരണം കൂടി സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഈ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പലരും അതിന് ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കോഴികളൊക്കെ പിടിച്ച് അതിന് കൊന്നിട്ട് ഇങ്ങനെ ആ രക്തമൊക്കെ അവിടെ വീട്ടി അങ്ങനെ ഒരു ചടങ്ങാണ് പലരും ചെയ്യുന്നത്. എന്നിട്ടാകുമ്പോൾ അവർ തന്നെ അതിൻ്റെ പേരിൽ രാത്രി ഒരു കുട്ടിയും വാങ്ങിച്ച് ഇതിനെ മുതലാക്കും. പക്ഷെ അങ്ങനെയല്ല, അത് മഹാഭാവമാണ്. ഈ പറയുന്ന പരേതാത്മാവിന് അടി കൂടുതൽ വാങ്ങിച്ചു കൊടുക്കും. എവിടെ, നരകത്തിലേക്ക് പോകുന്ന വഴിക്കും അവിടെ ചെന്നതിന് ശേഷവും ഇയാൾക്ക് ശരിക്കും അടി അതിൻ്റെ പേര് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അല്പമെങ്കിലും നമ്മളെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ മുത്തശ്ശിയോടൊക്കെ സ്നേഹമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ കോഴിയൊന്നും പിടിച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. മറിച്ച് അതിന് ചെയ്യേണ്ട രീതി പറയുന്നത് ഇങ്ങനെയാണ്. ദർഭപ്പുല്ലിൽ 4 ശരീരം പ്രതീകാത്മകമായിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ട് ചെറിയ രീതിയിൽ മതി. എന്നിട്ട് എന്താണ്, ഈ ചിതയിൽ വെച്ച് കത്തിക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഭസ്മം പുണ്യ നദികളിൽ ഒഴുക്കിയിട്ട്
അവർക്ക് ഈ മറ്റ് ചടങ്ങുകൾ അതിൻ്റെ ഈ മരണാനന്തര ചടങ്ങുകളോടെ അങ്ങ് ചെയ്തേക്കുക. അത്രയും മാത്രം മതി. പറ്റുമെങ്കിൽ മഹാസുദർശന ഹോമോ മഹാസുദർശന പൂജയോ അങ്ങനെ എന്തെങ്കിലും കൂടി ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ കോഴിയൊന്നും കൊല്ലാൻ പാടില്ല. ഒരു മരണത്തിൻ്റെ പേരിൽ മറ്റൊരു മരണം ഒരിക്കലും ശാസ്ത്രം അനുവദിക്കുന്നതല്ല. അത് മഹാപാപമാണ്, അത് മനസ്സിലാക്കുക. അടുത്തത് പിന്നെന്താ പറയുന്ന ഗരുഡപുരാണത്തിൽ, മൃതദേഹം കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം. ഇപ്പം വയനാടൊക്കെ പ്രളയം നടന്നു, കുറേ പേരെ കാണാനില്ല അല്ലേ? ഇതൊക്കെ പുഴയിലൊക്കെ ഒഴുകിപ്പോയി മണ്ണിനടിയിലായി. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യണം, എന്ത് ചടങ്ങ് ചെയ്യണം എന്നുള്ളതാണ് ഗരുഡപുരാണം അടുത്ത് പറയുന്നത്. അത് ഇങ്ങനെയാണ്, മരിച്ചെന്ന് നമ്മൾ ആദ്യം ഉറപ്പാക്കണം. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഈ പറയുന്ന സവണ്ടീകരണവും ശ്രാദ്ധവും ഒന്നും നടത്താൻ പാടില്ല, അത് മഹാപാപമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അയാൾ മരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞ ശേഷം അയാൾക്ക് വേണ്ടി ഒരു രൂപം, ദർഭപ്പുല്ലിൽ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കത്തിച്ചിട്ട് ചിതാഭസ്മം നദിയിൽ ഒഴുക്കണം. അപ്പോൾ ശേഷക്രിയകൾ, ബാക്കിയുള്ള ക്രിയകളൊക്കെ ചെയ്യണം. ഇനി പറയുന്നത് ഗർഭിണി മരിച്ചാൽ എന്ത് ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്കറിയാം പല ആശുപത്രികളിലൊക്കെ ഗർഭത്തോടുകൂടി അല്ലെങ്കിൽ ഗർഭത്തിന് മുമ്പൊക്കെ ഗർഭിണികളായിട്ടിരിക്കുമ്പോൾ മരിക്കാറുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ പുറത്തെടുത്ത് മണ്ണിൽ കുഴിച്ചിടണം. അമ്മയെ ഈ പറഞ്ഞ പോലെ ദഹിപ്പിച്ച് പിന്നെ ശേഷക്രിയകൾ നടത്തണം. പിന്നെ അബോർഷൻ, ഭ്രൂണഹത്യ, അതിന് പ്രത്യേകിച്ചായിട്ട് ഒന്നും ഗരുഡപുരാണത്തിൽ പറയുന്നില്ല. ആ ഭ്രൂണത്തിനെ കുഴിച്ചിടാൻ മാത്രമേ ഉള്ളൂ. അതിന് തുടർച്ചയായിട്ട് ഒന്നും പറയുന്നില്ല. പിന്നെ കൊച്ചുകുട്ടികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ദഹിപ്പിച്ചിട്ട് അന്ന് പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കി ഭക്തർക്ക് അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെയൊക്കെ വിളിച്ച് അവർക്ക് അന്നദാനം നടത്തി ഈ പായസം എല്ലാം കുട്ടിക്കുക. ഇങ്ങനെയൊക്കെയാണ് അതിനെപ്പറ്റി പറയുന്നത്. പിന്നെ ഈ ശ്രാദ്ധമൊക്കെ ചെയ്യാൻ ആളില്ല, മക്കളൊന്നും ഇല്ലാത്തവർക്ക്, ഭക്തനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ശ്രാദ്ധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പരിശുദ്ധ ഭക്തന്മാർക്ക് ആരും ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. മറിച്ച് സാധാരണ കുടുംബത്തിൽ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ, മക്കളോ ആരും ഇല്ലെങ്കിൽ അവർക്ക് ആരാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഗരുഡപുരാണത്തിൽ പറയുന്നത് എങ്ങനെയാണ്. പുത്രനില്ലെങ്കിൽ പത്നിക്ക് ആ ചടങ്ങ് ചെയ്യാം. ഇനി പത്നി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ സഹോദരനോ സഹോദരിക്കോ ആ ചടങ്ങ് ചെയ്യാം. ഇനി ഇത് വരുമില്ല എന്നിരിക്കട്ടെ, അപ്പോൾ ശിഷ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ശിഷ്യന്മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സഹോദര പുത്രന് ചെയ്യാം. അതുമല്ലെങ്കിൽ മിത്രം, സുഹൃത്തുക്കൾ, അതെങ്കിലും കാണുമല്ലോ. ഒരു മനുഷ്യന് ആരും ഇല്ലാതിരിക്കില്ലല്ലോ. മിത്രങ്ങളുണ്ടെങ്കിൽ മിത്രം ചെയ്യുന്നതിന് വളരെ കൂടുതൽ പ്രയോജനം ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതാരുമില്ലെങ്കിൽ പിന്നെ പുരോഹിതൻ തന്നെ അതുകൂടെ അങ്ങ് ചെയ്യേണ്ടി വരും. പിന്നെ പിണ്ടദാനം, പിണ്ടബലി ഇടുന്ന, മരിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ 10 ദിവസത്തോളം പിണ്ടബലിയുണ്ട്. ആ പിണ്ടബലി സമയത്താണ് ഈ പരേതാത്മാവിന് പിണ്ടശരീരം കിട്ടുന്നത്. ആദ്യത്തെ ദിവസം തല, ശിരസ്, അത് കഴിഞ്ഞ് കഴുത്ത്, രണ്ടാമത്തെ ദിവസം കഴുത്ത്, മൂന്നാമത്തെ ദിവസം ഭുജങ്ങൾ, പിന്നെ 4-ാമത്തെ ദിവസം നെഞ്ച്, ആമാശയം, ഉദരം, എന്താ പറഞ്ഞാൽ അരക്കെട്ട്, പിന്നെ ജനനേന്ദ്രിയം, തുടകൾ, പാദങ്ങൾ, ഇങ്ങനെ 10-11 ആകുമ്പോഴേക്കും ഇദ്ദേഹത്തിന് ശരീരത്തിന് വിശപ്പും ദാഹവും ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോൾ ഈ സമയത്ത് ഓരോ ദിവസവും ആ പിണ്ടബലിയോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ ചെയ്താൽ അത് ഈ പറയുന്ന പരേതൻ്റെ യാത്ര സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം സഹായം ചെയ്യും. ആഹാരം ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ പരേതാത്മാവിന് പോകുന്ന വഴിക്ക്, കാരണം നമ്മൾ പറഞ്ഞു ഭാവികളായിട്ടുള്ള ആൾക്കാർ പോകുമ്പോൾ വളരെയധികം 12 മാസം കൊണ്ടാണ് അവർ ഈ യമരോഗത്തേക്ക് എത്തുന്നത്. 1 വർഷം കൊണ്ടാണ് അവരെത്തുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ, ആഹാരം കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അടിയും കിട്ടും. ഈ പോകുന്ന ഭാഗത്തുള്ള പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചാണ് പോകുന്നത്. അപ്പോൾ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്തുള്ള ആഹാരം കിട്ടും. കൂടെ ഇവിടെ ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്ക് തണൽ കിട്ടും. പിന്നെന്താണ്, ചെരുപ്പ്, മെതിയടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ കല്ലും മുള്ളും എന്ന് പറഞ്ഞാൽ ആ യാത്രയിൽ പാദത്തിനൊരു സഹായമാവും. ജലം കൊടുത്തു കഴിഞ്ഞാൽ ദാഹത്തിൽ നിന്നൊരു മോചനം കിട്ടും. വസ്ത്രം കൊടുത്തു കഴിഞ്ഞാൽ തണുപ്പും ചൂടും മഴയിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടും. ഇങ്ങനെ പിണ്ടബലി സമയത്ത് ചെയ്യുന്ന ദാനങ്ങൾ ആ പരേതാത്മാവായ ആത്മാവിന് യാത്രയിൽ ധാരാളം സഹായമായിട്ട് മാറും. പിന്നെ ഈ സപിണ്ഡീകരണം എന്ന് പറഞ്ഞാൽ ഈ പിണ്ടബലിയുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങ് ഒരു പുത്രൻ ചെയ്താൽ മതി. മറിച്ച് വാർഷിക പിണ്ടം എന്ന് പറയുന്നത് നമ്മളെല്ലാ കർക്കിടക മാസത്തിലും പോയി ചെയ്യുന്നത് എല്ലാ മക്കളും ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ബ്രാഹ്മണർക്ക് മരണം കഴിഞ്ഞതിന് 10 ദിവസവും, അത് ശൂദ്രന്മാർക്ക് 16 ദിവസവും, വൈശ്യർക്ക് 15 ദിവസവും, ക്ഷത്രിയർക്ക് 13 ദിവസവും. ഇങ്ങനെയൊക്കെയാണ് ഗരുഡപുരാണത്തിലെ തുടക്കിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ശ്രാദ്ധം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ശ്രാദ്ധം.
പിതൃക്കളുടെ പ്രീതിക്ക് വളരെ ഉത്തമമായ കാര്യമാണ്. ചെയ്യുന്ന ആളിന് ഇതിലൊക്കെ വിശ്വാസം വേണം, താല്പര്യവും വേണം. ഇല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ അംഗഹീനത ചെയ്യരുത്. അസ്തമയത്തിന് 6 നാഴിക മുമ്പ് എന്ന് വെച്ചാൽ ഉദ്ദേശം ഒരു 1 മണിക്ക് മുമ്പൊക്കെ ഇത് ചെയ്തിരിക്കണം. വീട്ടിലോ ക്ഷേത്രത്തിലോ പുഴകളിലോ ഒക്കെ ഇത് ചെയ്യാം. പിന്നെ ഒരാളെ ക്ഷണിച്ച് അന്നദാനം കൊടുക്കണം, ദക്ഷിണയും കൊടുക്കാം. വിഷ്ണു പ്രസാദമായിരിക്കണം അന്നത്തെ ദിവസം ഇത് ചെയ്യേണ്ടത്. ഒപ്പം മാർക്കണ്ഡേയ മുനി രചിച്ച മുത്തുഷ്ടക സ്തോത്രം ചെയ്തു കഴിഞ്ഞാൽ അകാല മൃത്യുദോഷമെല്ലാം മാറിക്കിട്ടും. ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായ ചിലവാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര തിരക്ക് കാരണവും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. പലരും ഇന്ന് ചടങ്ങുകളൊക്കെ കുറച്ച് കൊണ്ടുവരികയാണ്. മക്കളെല്ലാം വിദേശത്തായതിനാൽ ചിലപ്പോൾ ലീവ് തന്നെ വളരെ കുറച്ച് കാണത്തുള്ളൂ. അപ്പോൾ 5 ദിവസം കൊണ്ടൊക്കെ ചടങ്ങൊക്കെ തീർത്ത് 6-ൻ്റെ അന്ന് കുളിച്ച് അമ്പലത്തിൽ പോയി പൂജയും ചെയ്ത് 7-ൻ്റെ അന്ന് പാക്ക് ചെയ്ത് പോകണം എന്ന് വിചാരിച്ചായിരിക്കും മക്കളെ ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഈ ചടങ്ങുകളൊക്കെ പൂർണ്ണമായിട്ടും ചെയ്യാറില്ല. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായ ദോഷങ്ങളുണ്ട്. ഒടുവിൽ പിന്നെ അത് ലക്ഷങ്ങൾ മുടക്കിയുള്ള എന്താ പറയുക വലിയ പൂജകൾ, ആവാഹനങ്ങൾ, തർപ്പണങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ ചെറിയ രീതിയിലുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശരീരം എന്ന് പറയുന്നത് ഈ സംസാര സാഗരം നീന്തി കിടക്കാൻ വേണ്ടിയുള്ള ഒരു തോണിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഭൗതിക ലോകത്തു നിന്നും ആത്മീയ ലോകത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു തോണിയായിട്ടാണ് ഈ പറയുന്ന ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അത് നമ്മുടെ ലളിതമായ ജീവിതത്തിലൂടെ, ഉയർന്ന ചിന്തയിലൂടെ, ആഹാരത്തിൽ പൂർണ്ണ നിയന്ത്രണത്തിലൂടെ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിച്ച് യുഗധർമ്മമൊക്കെ അനുസരിച്ച് ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം ഭഗവത് ഭക്തിയുടെ സേവനം ചെയ്ത് ബോധമണ്ഡലത്തിൽ നമ്മൾ ഭഗവാനെ കൊണ്ടുവരണം. ശരിക്കും നമ്മൾ ഇന്ന് ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തിനാണ്? മരണസമയത്ത് ആരെ ചിന്തിച്ചുകൊണ്ട് മരിക്കാനാണ്? ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് മരിക്കാനാണ്. നമ്മൾ ജപിക്കുന്നതായിക്കോട്ടെ, സേവനങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ, എല്ലാം ഈ ഒരൊറ്റ പോയിന്റിനാണ്. കാരണം മരിക്കുന്ന അന്ത്യകാലേജ മാമേവ സ്മരൻ മുക്ത കളയപരം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നമ്മൾ അവസാന സമയത്ത് ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ ഭാവം നീ ഭാവം പ്രാപിക്കുമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ആ സമയത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങേണ്ടത്. ഇത് നമ്മൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ട് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനും ആ ബോധത്തിൽ തന്നെ നമുക്ക് മരിക്കാനും പറ്റും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനന മരണ ചക്രത്തിൽ പെടാതെ തിരിച്ച് നേരിട്ട് അങ്ങനെ തന്നെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാം. അപ്പോൾ അതിനാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർമ്മസാക്ഷികളുണ്ട്. സൂര്യചന്ദ്രന്മാർ, പരമാത്മാവ്, ശ്രവണന്മാർ, യമരാജൻ, ചിത്രഗുപ്തൻ, ഇവരെല്ലാം നമ്മളുടെ എല്ലാ സകല കർമ്മങ്ങൾക്കും സാക്ഷിയാണ്. പിന്നെന്താണ്, പിന്നെ നമ്മൾ ഇതിലേക്ക് വരുമ്പോഴേക്കും ഈ പ്രേതത്തെക്കുറിച്ച് പല രീതിയിൽ പറയുന്നു. പ്രേതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇതിൽ തന്നെ ഉണ്ട്. കാരണം മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയെ നമ്മൾ പ്രേതം എന്ന് പറയും. അത് കഴിഞ്ഞാൽ ഈ പിണ്ടബലിയോട് കിട്ടുന്ന പിണ്ടശരീരത്തെ പ്രേതം എന്ന് പറയാറുണ്ട്. അത് കഴിഞ്ഞാൽ യമലോകത്ത്, നരകലോകത്ത് കഴിയുന്ന ആ ആത്മാവിനെയും പ്രേതം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പ്രേതം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പ്രകർഷേണ ഗതം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും എന്താ പറയുക, വിട്ടുപോയത്, നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോയത്, അതാണ് പ്രേതം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഈ പറയുന്ന ആത്മാവ്, അല്ലെ അപകട മരണങ്ങളിലൊക്കെ മരിക്കുന്നവരുടെ ആത്മാവ്, ഇവരൊക്കെ പ്രേത ശരീരം സ്വീകരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പ്രേതത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളാണ്. ഈ പറയുന്ന ഡെഡ് ബോഡി അടക്കം നമ്മൾ പ്രേതം എന്നാണ് പൊതുവിൽ പറയുന്നത്. പിണ്ട ശരീരത്തിന് പ്രേതം എന്ന് പറയുന്നു, യാതന ശരീരത്തിന് പ്രേതം എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ഈ പറയുന്ന ആക്സിഡൻറ്റിൽ അല്ലെങ്കിൽ ആത്മഹത്യകളിലൂടെയൊക്കെ മരിക്കുന്ന ആൾക്കാരുടെ ശരീരം, അവരുടെ പ്രേത ശരീരം എന്ന് പറയാറുണ്ട്. സൂക്ഷ്മ ശരീരമാണ്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം അവർക്കുണ്ടാവും. അപ്പോൾ അവരെ അങ്ങനെയുള്ളവരെയും നമ്മൾ പ്രേതം എന്ന് പറയാറുണ്ട്. ശരി ചിലർക്ക് ഈ പ്രേതം ഒരു നിഴലായിട്ട് കാണാൻ കഴിയും. ചെറിയ കറുത്ത് ഇരുണ്ട ഒരു രൂപമായിട്ട് തോന്നാറുണ്ട്. ചിലർക്ക് വിളറിയ ഭീകരമായ രൂപങ്ങളായിട്ട് ചിലർക്ക് പ്രത്യക്ഷപ്പെടാം. എല്ലാവർക്കും പ്രേതങ്ങളെ കാണാൻ കഴിയണമെന്നില്ല. അപ്പോൾ എന്തായാലും ഈ പ്രേതം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകർഷേണ ഗതം എന്നാണ്. പിന്നെന്താണ് അടുത്ത ഭൂതം? ഭൂതം എന്ന് വെച്ചാൽ ഭവിച്ചു കഴിഞ്ഞത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം.
സൃഷ്ടിയിൽ എല്ലാം ഭൂതങ്ങളാണ്. മമൈ വംശോ ജീവലോകെ ജീവഭൂത സനാതന. അപ്പോൾ ജീവഭൂതം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ കംപ്ലീറ്റ് സൃഷ്ടിയും എന്തായിട്ട് വരും? ഭൂതങ്ങളായിട്ട്, ഭൂതങ്ങൾ ജീവഭൂതങ്ങളായിട്ടാണ് കരുതുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? പ്രപഞ്ച ഘടകങ്ങളിലെ പ്രധാനമായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ അറിയാമല്ലോ. പൃഥ്വി, അഗ്നി, വായു, ആകാശം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആ 5 എലിമെൻസിനെയും ഭൂതങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത ഭൂതം എന്ന് പറയുന്ന വാക്ക് മഹാദേവൻ്റെ ഗണങ്ങളെയാണ്. ശിവൻ്റെ ഭൂതഗണങ്ങളെ ഭൂതം എന്ന് പറയാറുണ്ട്. പിന്നെ കാലങ്ങൾ നമുക്കറിയാം, വർത്തമാനകാലം, ഭാവികാലം, ഭൂതകാലം. അപ്പോൾ അങ്ങനെ കാലങ്ങളിൽ ഒന്നും ഭൂതമായിട്ട് പറയുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് ഭൂതം എന്ന വാക്കിന് വ്യത്യസ്തമായ അർത്ഥമുണ്ട്. ഇനി അടുത്ത് പറയുന്ന ഭൂതപ്രേത പിശാച്. അടുത്ത പിശാചിനെ കുറിച്ച് പറയുന്നത് എന്താണ്? പിശിതം മശ്നന്തി ഇത് പിശാച്. പിശിതം മശ്നന്തി ഇത് പിശാച്. പിശിതം എന്ന വാക്കിൻ്റെ അർത്ഥം മാംസം. മാംസം കഴിക്കുന്നവരെല്ലാം ആരാണ്? പിശാചുകളാണ്. ഇപ്പോൾ നമുക്കറിയാം, ബുഹാരി, ആസാദ്, വിസ്മി, അസീസൊക്കെ ഹോട്ടലിൽ പോയ അച്ഛൻ ഭൂതം, അച്ഛൻ പിശാച്, അമ്മ പിശാച്, മക്കൾ പിശാചൊക്കെ നിരന്നിരുന്ന് കുഴിമന്തി എന്നൊക്കെ പറഞ്ഞ് കുറേ മട്ടൺ, ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കുന്നതാണ്. ഇവരെല്ലാം പിശാച് എന്ന ആ ഒരു രീതിയിൽ വരാം ഈ ശാസ്ത്രം, ഗരുഡപുരാണം പറയുന്നതനുസരിച്ച് നോക്കിയാൽ. പക്ഷേ ശരിക്കും അധ്യാത്മശാസ്ത്രം പറയുന്നതിനനുസരിച്ച് പറയുന്നത് രാക്ഷസന്മാരിലേക്കാട്ടും അധവന്മാരായ കശ്യപൻ എന്ന ആ പ്രജാപതിക്ക് ക്രോധാവശയിൽ ജനിച്ച ഒരു വർഗത്തെ ഈ പറയുന്ന പിശാച് എന്ന് പറയുന്നുണ്ട്. അവരുടെ ഒരു ക്വാളിറ്റിയെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? അവിവേകം, അജ്ഞാനം, അസത്യം, അശൗചം, പിന്നെ മാംസഭക്ഷണം. അവിടെയും മാംസഭക്ഷണത്തെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ മാംസഭക്ഷണം കോമണാണ്. മാംസം ഭക്ഷിക്കുന്നവരെല്ലാം അപ്പോൾ എന്തായിട്ടാണ്? പിശാചായിട്ടാണ് കരുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഭൂതപ്രേത പിശാചുകളെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നൊക്കെ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ വെള്ള സാരി, വെള്ള ബ്ലൗസ് ഒക്കെ ഉടുത്ത് നല്ല എന്താ പറയുക പാട്ടൊക്കെ പാടി, പിന്നെ വവ്വാല്, പിന്നെ കറുത്ത പൂച്ച ഒക്കെ എല്ലാം അങ്ങനെ ഒരു കൂട്ടം ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വരുന്ന പ്രേതങ്ങളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ആണെങ്കിൽ ട്രാക്കുളെ പോലുള്ള അതിഭീകരന്മാരായിട്ടുള്ള പ്രേതരൂപങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വെളുത്ത ശരിക്കും മറ്റേ മാച്ചായിട്ട് വസ്ത്രമൊക്കെ സാരിയൊക്കെ കൊടുത്തു വരുന്നവരൊന്നും അല്ല യക്ഷിമാർ. കാരണം അങ്ങനെയൊന്നും ഒരു സങ്കല്പമില്ല. യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും. പക്ഷെ അവർക്ക് ശരീരമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം. ശരീരം ഇല്ലാത്തവർക്കൊന്നും ആരെയും ചെയ്യാൻ പറ്റില്ല. നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ മതി. മനുഷ്യനാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. പ്രേതങ്ങളെയൊന്നും ആരും പേടിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ 2-3 അനുഭവങ്ങളുണ്ട്. അത് 1-2 ഞാൻ വെറുതെ പേടിച്ചതാണ്. കാരണം ഞാൻ കൊച്ചിലെ ഈ ഓണാഘോഷത്തിനൊക്കെ പോകുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് കറങ്ങി എല്ലാം ലൈറ്റെല്ലാം കണ്ട് വീട്ടിൽ എൻ്റെ അടുത്തെത്തപ്പോഴേക്കും തൊട്ടടുത്ത വീട്ടിൽ അവിടെ പറഞ്ഞിട്ട് അന്നത്തെ പണ്ടത്തെ ഒരുമായി പേടിപ്പെടുത്തുന്ന ഒരു ക്ലോക്കുണ്ട്. ആ സൗണ്ടിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണിയപ്പോൾ 12 ആയി. അപ്പോഴാണ് അന്ന് വാച്ചൊന്നും കയ്യിലില്ല. അപ്പോൾ മണി 12. തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അതിൻ്റെ അടുത്ത് ശ്മശാനമുണ്ട്. അവർ പള്ളിക്ക് അടുത്താണല്ലോ എപ്പോഴും ശ്മശാനം. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം. ഒരു വലിയ പുത്തിറക്കമാണ്, ഈ ഒറ്റ ലൈറ്റില്ല. ഞാനിങ്ങനെ ഈ മണിയുടെ സൗണ്ടും ഈ ഇരുട്ടും കുറ്റാക്കൂരിട്ടും ഈ ശ്മശാനവും എല്ലാം കൂടെ വന്നപ്പോഴേക്കും എനിക്ക് പേടിയായി. ഞാനിങ്ങനെ പതിയെ നടന്നു വന്നപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ദൂരമായിട്ട് ഒരാളിങ്ങനെ പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടിപ്പോയി. എൻ്റെ ദേഹമെല്ലാം വല്ലാണ്ട് ഇങ്ങനെ വിറച്ചു. പുറകിൽ നോക്കി, ഭാഗ്യത്തിന് ആരുമില്ല. ഞാൻ പതുക്കെ പുറകിലോട്ട് ഓടി റോഡിൽ വന്നു. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി, അങ്ങോട്ട് പോകാൻ പേടി. അങ്ങനെ ഒന്ന് കിണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സൈക്കിൾ വരണം. ആരാണ്? ആ അവിടെയൊക്കെ കൂർഗകളുണ്ട്. അപ്പോൾ ഞാൻ കൂർഗകൾ വലിയ ഞാൻ എന്തൊക്കെയോ എനിക്കറിയാവുന്ന രീതിയിൽ, എനിക്ക് ഹിന്ദിയൊന്നും അറിയില്ലായിരുന്നെന്ന് എന്തൊക്കെയോ പറഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എന്തോ കണ്ട് പേടിച്ച് നിൽക്കുകയാണെന്ന്. ശരി, നേരെ പാസ്സാവുമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് അയാൾ പോയി. ഞാൻ അയാളെ പുറകെ 2 അടി മാറി നടക്കുകയാണ്. പ്രേതം ഉണ്ടെങ്കിൽ അങ്ങനെ പിടിക്കട്ടെന്നുള്ള മട്ടിൽ ഞാൻ അങ്ങനെ പുറകെ വരുന്നു. കുറച്ച് ദൂരം എത്തി. എപ്പോഴാണ് കണ്ടത്? എന്താണ്? ഒരു വാഴയില കാറ്റത്ത് ഇങ്ങനെ കിടന്ന് ആടുന്നതാണ്. അത് കാറ്റുള്ളത് മാത്രമേ ആടുള്ളൂ, അല്ലെങ്കിൽ ഒന്നുമില്ല, മര്യാദയ്ക്ക്. ഇതിനെ കണ്ടപ്പോൾ ഇരുട്ടത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് അത് പ്രേതം നമ്മളെ വിളിക്കുകയാണെന്ന് വിചാരിച്ച് അങ്ങനെ എന്തായാലും അയാൾക്ക് നന്ദിയൊക്കെ പറഞ്ഞ് വിട്ടു. അതും കൂടാണ്ട് വേറെ നമ്മുടെ ആശ്രമത്തിൽ, വൈക്കാട് പഴയ ആശ്രമത്തിൽ
ചില സംഭവങ്ങളൊക്കെ ഇതുപോലെ പിന്നെ ഞാനിപ്പോൾ ഇവിടെ മലപ്പുറത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഓഫീസിൽ തൊട്ടടുത്തിട്ട് ഒരു വാടക കെട്ടിടം ഒരു 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 ഉസ്താദിൻ്റെ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾ 4 പേരാണ്. അതിൽ 3 പേര് ഈ പറഞ്ഞ പോലെ ഒരു നാട്ടിൽ ലീവിന് പോയി, ഒരാൾ മാത്രം ഉണ്ടായിരുന്നു. പുള്ളി ഇതുപോലെ രാത്രി കിടന്നപ്പോൾ റൂമിൻ്റെ മൂലയ്ക്ക് ഒരാൾ നിൽക്കുന്നു. പെട്ടെന്ന് ചാടി ലൈറ്റ് ഇട്ടപ്പോൾ ആളില്ല. പുള്ളി ഉടൻ തന്നെ അപ്പോഴെന്നെ നേരെ ഓടി ചെന്നു ഓഫീസിൽ ചെന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ കയറി കിടന്നു. പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ഭാര്യയും ഭർത്താവും ഇതുപോലെ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവായിട്ട് എന്തോ കാര്യത്തിന് തമ്മിൽ അടികൂടി അവസാനം ഭാര്യ മണ്ണെണ്ണ അഴിച്ച് സ്വയം കത്തിച്ചത്തു. അതിനുശേഷം ഈ സ്ത്രീയുടെ ആത്മാവ് പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ അത് പുള്ളി കണ്ട നമ്മൾ ആദ്യം നമ്മളിതൊന്നും അംഗീകരിച്ചില്ല. പുള്ളി കളിയാക്ക കള്ളം പറഞ്ഞെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, പലർക്കും അത് കണ്ടിട്ടുള്ളതായിട്ടും പറയും. പക്ഷേ ഈ ഇങ്ങനെ നിൽക്കണം എന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കത് കണ്ടാൽ മതി, നമ്മൾ പേടിച്ച് ഉള്ള ജീവൻ നമുക്ക് പോകും, നമുക്ക് വേറെ ഒന്നും ചെയ്യണമെന്നില്ല. അങ്ങനെ ഇതേപോലെ എനിക്ക് നേരിട്ട് ബന്ധമുള്ള ഒരു സംഭവമുണ്ട്. അത് ഇതുപോലെ എൻ്റെ കൊച്ചിന് സുഖമില്ലാതെ ജനറൽ ആശുപത്രിയിൽ ഒരു ദിവസം രാത്രി ശ്വാസം മുട്ടൽ വന്നു ഇടയാൾക്ക്. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം നിലവിളി, അവിടെ കിടന്ന ഒരാൾ മരിച്ചു. അപ്പോൾ നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെയൊക്കെ പോയി നോക്കി. അപ്പം വൈഫും മോളും അവിടെ മതി ഞങ്ങൾക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഞാനും മൂത്ത മോളും തിരിച്ച് കാറിൽ വീട്ടിൽ വന്നു. കുറേ നേരം ഉറക്കമൊന്നും വന്നില്ല. ആ കണ്ണ് എന്തായാലും തുറന്ന് കുറേ കഴിഞ്ഞു. എപ്പോഴും കണ്ണ് തുറന്നപ്പോഴേക്കും മൂലയ്ക്ക് ഒരാൾ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ തൊലിയൊക്കെ പിടിച്ച് ഞാൻ നുള്ളിയൊക്കെ നോക്കി, സത്യമാണോ അതോ എനിക്ക് തോന്നിയാണോ സ്വപ്നമാണോ എന്നൊക്കെ. കാരണം ഒരു കാരണവശാലും അങ്ങനെ ഒരു രൂപം അവിടെ നിൽക്കാൻ പാടില്ല. അവിടെ വരേണ്ട കാര്യമില്ല. എൻ്റെ കണ്ണന്മാർ വല്ലതും ഞങ്ങൾ പുറത്ത് പോയ സമയത്തോ അല്ലെങ്കിൽ വീട്ടിൽ ഇവരൊക്കെ കഥയൊക്കെ ചുമ്മാ തുറന്നിട്ടേക്കുന്ന സമയത്തോ വല്ലതും കയറി ഇരുന്നതാണോ. എനിക്കാണെങ്കിൽ ദേഹം വല്ലാതെ ഭയങ്കരമായിട്ട് പേടിയും വിറയും. ഇങ്ങനെ എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കും, പരസ്പരം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു അവസാനം വേണ്ടതെന്ന് വിചാരിച്ച് ചാടി ഞാൻ എണീറ്റ് ഒരൊറ്റ ലൈറ്റ് ഇടക്കം ഇട്ട് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. പെട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കട്ടിൻ്റെ ഇടയിലൊക്കെ കഴിഞ്ഞ് കയറാൻ പറഞ്ഞ് അത് നോക്കിയപ്പോൾ അവിടെയില്ല. സംഭവം ഈ ഞങ്ങളുടെ ഈ പറയുന്ന ആത്മാവായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ കൂടെ വന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ആകെ പാടെ മറ്റതൊക്കെ എനിക്ക് പറ്റിപ്പോയിരുന്നു കുറേയൊക്കെ. ഇത് മാത്രം എനിക്ക് ഇന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇതിലൊരു ചെറിയ വിശ്വാസമുണ്ട്. അതിൻ്റെ ശാസ്ത്രമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും അങ്ങനെ നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമുക്ക് ചുരുക്കന്മാരായിട്ട് മാറുന്നത്. അപ്പോൾ എന്തായാലും എനിക്കിതിൽ ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെന്താണ് പുനർജന്മം എന്ന് പറയുന്നത്. ജനിച്ചാൽ നമ്മൾ മരിക്കണം, മരിച്ചാൽ ജനിക്കണം. അപ്പോൾ രാത്രിയും പകലും പോലെയുള്ള ഒരു സംഭവമാണ് ഈ ജനന മരണങ്ങൾ. നമ്മുടെ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചുള്ള ജനനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അനേകം ജന്മങ്ങളിലൂടെ നമ്മൾ ആർജിച്ച അറിവിലൂടെ ഭഗവാൻ കൃഷ്ണനാണ് പരമജീവിതത്വം പുരുഷനെന്നും ഭഗവാനെ സേവിക്കലാണ് നമ്മുടെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യമെന്നും അതിനു വേണ്ടിയാണ് നമ്മൾ മനുഷ്യജന്മം തന്നിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തിയുടെ ഭഗവത്സേവനത്തിൽ മുഴുകി തിരിച്ചു പോകലാണ് നമ്മുടെ ലക്ഷ്യമെന്നും നമ്മൾ മനസ്സിലാക്കണം. പഞ്ചഭൂത നിർമ്മിതമായ ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും ആത്മീയ ശരീരത്തിലേക്ക് പോകാൻ ഉള്ള ഒരു അവസരമാണ് നമ്മുടെ മനുഷ്യജന്മം. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതിന് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഭഗവത് ഭക്തിയുടെ സേവനത്തിലേക്ക് പൂർണ്ണമായിട്ടും മുഴുകണം. ജീവിതത്തിൽ ആത്മീയ യാത്രയിലും ഒക്കെ സത്യസന്ധത പുലർത്തണം. ഞാൻ എൻ്റേത് എന്ന ഭാവങ്ങളൊക്കെ കളയണം. മതം, ജാതി, ദേശം, ലിംഗം, വർഗം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റണം. എപ്പോഴും നമ്മുടെ മരണസമയത്തെങ്കിലും നമ്മൾ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു നിഷ്കളങ്കതയിലേക്ക് നമ്മൾ എത്തണം. നമുക്കറിയാം ജനിച്ച് വീഴുന്ന കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? ജാതിയോ മതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്ത ആ കുട്ടിക്ക് ഉണ്ടാവില്ല. അത്രയും നിഷ്കളങ്കത നമ്മുടെ മനസ്സിനുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ ഈ പറയുന്ന ദേശമോ മതമോ രാഷ്ട്രീയമോ ഇതൊന്നും പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ ഭക്തിയുടെ സേവനം ചെയ്തിട്ടുള്ളത് തന്നെ ആധ്യാത്മിക ലോകങ്ങളിലൊക്കെ ചിലപ്പോൾ പോകാം. പക്ഷേ പരിശുദ്ധ ഭക്തൻ മാത്രമേ ഭഗവാന്റെ കൃഷ്ണ ലോകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ.
പിന്നെന്താണ് നമ്മൾ അയോധ്യ, മധുര, ഹരിദ്വാർ, കാഞ്ചി, കാശി, അവന്തി, ദ്വാരക ഇങ്ങനെയുള്ള മോക്ഷദായകമായിട്ടുള്ള ഭഗവാനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മുടെ സാമ്പത്തികം അനുവദിക്കുന്ന പക്ഷം നമ്മൾ ദർശനങ്ങളൊക്കെ നടത്താനും അവിടെ തീർത്ഥാടനം നടത്തി അവിടെ നിന്ന് സത്സംഗങ്ങളൊക്കെ നേടാനൊക്കെ ശ്രമിക്കണം. പൈസ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് നിക്ഷേപിക്കാതെ കുറച്ച് പൈസ നമുക്ക് വേണ്ടി നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി മാറ്റിവെക്കണം. കാരണം എല്ലാം നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്താൽ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, മക്കളെല്ലാം ജോലി കിട്ടാനൊക്കെ അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലൊക്കെ പോകുന്നവരാണ്. അവർ ഈ പറയുന്ന നമ്മുടെ മരണശേഷം ഇതൊക്കെ ചെയ്യുമെന്ന് ഒരു ഉറപ്പുമില്ല. പല വീടുകളിൽ നമുക്കറിയാം അവരെല്ലാം ഈ പറയുന്ന വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ട് തള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞ് മക്കളെ ഒന്നും നോക്കണ്ടെന്നോ അവർക്കൊന്നും ഉണ്ടായി കൊടുക്കണ്ടെന്നോ അല്ല. പക്ഷേ നമുക്ക് വേണ്ടിയും കൂടി ജീവിക്കണം. നമുക്കെന്ന് പറയുമ്പോൾ ഞാൻ ഈ ശരീരമല്ല, അതാണ് ആദ്യത്തെ അറിവ്. അതിലൂടെ ഞാൻ ഭഗവാന്റെ പാർട്ടാണ്, ഞാൻ ആത്മാവാണ്, പരമാത്മാവിനെ സേവിക്കലാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇത് മനസ്സിലാക്കി അതിന് സഹായകരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ പൈസ ചെലവഴിക്കണം. അല്ലാതെ എല്ലാ മക്കൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ മരണത്തിൽ സമയത്ത് നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല. കാരണം നമുക്ക് എല്ലാ ജന്മത്തിലും ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ഭർത്താവ് ഉണ്ടായിരുന്നു, പട്ടിയായിട്ട് ജീവിച്ചപ്പോഴും പുഴുവായിട്ട് ജീവിച്ചപ്പോഴും കുറുപ്പായിട്ട് ജീവിച്ചപ്പോഴും ആനയായിട്ടിരുന്നപ്പോഴും ഏത് ജന്മം എടുത്താലും ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ശാശ്വതമായി നമ്മോടൊപ്പം ആരാണ്? അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ജീവാത്മാവിനോടൊപ്പം പരമാത്മാവ് എല്ലാ ജന്മങ്ങളിലും കൂടെ ഉണ്ടാകും. നിങ്ങളെ ഒരിക്കലും ഒന്നിനും ദോഷം ചെയ്യില്ല. പക്ഷെ നിങ്ങളുടെ സാക്ഷിയായിട്ട്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും സാക്ഷിയായിട്ട് അദ്ദേഹം നിങ്ങളെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് നീ എന്നെ നോക്കുന്നത് എന്നുള്ള ആ ചിന്തയോടുകൂടി അദ്ദേഹം അങ്ങനെ ഉത്സവപ്പറമ്പിൽ മക്കളെ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഒരു ചിന്തയാണ് ഭഗവാൻ. എന്നാണ് ഇവൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്? കാരണം അവർക്ക് സമാധാനം ഉണ്ടാവില്ല. അറിയില്ല, നമ്മുടെ മക്കൾ ഉത്സവപ്പറമ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടികളെ കിട്ടുന്നത് വരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞതുപോലെ ഭഗവാന് നമ്മൾ തിരിച്ച് ഭഗവാന്റെ ധാമത്തിൽ എത്തുന്നതുവരെ ഭഗവാനെ നമ്മളെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനുഷ്യജന്മം വളരെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ഈ കാര്യത്തിൽ നമ്മൾ പിശുക്ക് ഒഴിവാക്കിയേ പറ്റൂ. കാരണം പിശുക്കിന് മോക്ഷ കവാടം തുറക്കില്ല എന്ന് പറയുന്നു. കാരണം നമ്മളെ പിശുക്കെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാമ്പത്തികത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ മതി. അല്ലാതെ മറ്റേ ചെയ്തതുപോലെ ഞാൻ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള സാമ്പത്തികം നിങ്ങൾ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് നിങ്ങളുടെ തീർത്ഥാടനത്തിന് ഉപയോഗിക്കാം, നിങ്ങളുടെ ഭക്തിയുടെ ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാം, നിങ്ങളുടെ കാര്യങ്ങൾക്ക് തന്നെ. പക്ഷേ അത് ഭഗവാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ അത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കത്തുള്ളൂ. പിന്നെന്താണ്? പിന്നെ ശുദ്ധി അശുദ്ധി ആയിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ദർഭ, അഗ്നി, പിന്നെ മന്ത്രം, പശു, ബ്രാഹ്മണൻ, തുളസി എന്നിവ എത്ര പ്രാവശ്യം ഉപയോഗിച്ചാലും അശുദ്ധിയാകില്ല എന്ന് ഗരുഡപുരാണം പറയുന്നു. എന്നാൽ പിണ്ടദാനത്തിനെടുത്ത ദർഭയും തുളസിയും, പ്രേതത്തിനായി ഭോജനം കഴിച്ച ബ്രാഹ്മണനും, അതിനായി കൊണ്ടുവന്ന പശുവും, ചെതയ്ക്ക് ഉപയോഗിച്ച അഗ്നിയും ശുദ്ധിയില്ലാത്തതാണ് എന്നും പറയുന്നു. പിന്നെ മരണാനന്തരം മരിച്ച ഒരാൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഗരുഡപുരാണം പറയുന്നു. നമുക്ക് പലർക്കും ഇന്നത്തെ എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനൊന്ന് ഓടിച്ച് പറയാം. മരിച്ച പരേതനെ കുളിപ്പിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി പുഷ്പമാല, പുതുവസ്ത്രം ഇവയൊക്കെ ചാർത്തി തിലകമൊക്കെ അണിയിച്ച് കിടത്തണം. പിന്നെ രാമായണം, ഭാഗവതം, ഹരിനാമകീർത്തനം, ഭഗവത്ഗീതയൊക്കെ പാരായണം ചെയ്യണം, നല്ലതാണ്. പിന്നെന്താണ്? ഗംഗാജല തീർത്ഥമൊക്കെ ഉണ്ടെങ്കിൽ ആ മരിച്ച ആളിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം. പിന്നെ അരി, എള്ള്, തുളസി, പൂക്കൾ ഇതൊക്കെ സമർപ്പിക്കാം. പുത്രൻ്റെ നേതൃത്വത്തിൽ ശ്മശാനത്തേക്ക് ഉത്തരപൂർവ്വ അഭിമുഖമായിട്ട് ചിത ഒരുക്കി ആചാരമനുസരിച്ച് ക്രിയകൾ ചെയ്ത് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് ആത്മഹൂതി ചെയ്യണം. തുടർന്ന് അനുയോജ്യമായ ദിവസത്തിൽ സഞ്ചയനം നടത്തണം. ഓരോ ദിവസവും രാവിലെ പിണ്ടബലിയിടണം. സഞ്ചയന ദിവസം ഈ കത്തിച്ച അസ്ഥി കൊണ്ടുവന്നിട്ട്, എല്ലാ അസ്ഥിയല്ല, തലയുടെ ഭാഗത്തു നിന്നും നെഞ്ചിൻ്റെ ഭാഗത്ത്, പാദത്തിൻ്റെ ഭാഗത്ത്, ഇങ്ങനെ കുറച്ച് അസ്ഥി മതി. അത് കൊണ്ടുവന്നിട്ട് കഴുകി, പിന്നെ പാലിലും ഗോമൂത്രത്തിൽ, ഗംഗാജലത്തിൽ, വെള്ളത്തിൽ, കരിക്കിൻ വെള്ളം ഇതിലെല്ലാം കഴുകി ശുദ്ധമാക്കി സുഗന്ധമൊക്കെ പൂശി പിന്നെ അത് പുണ്യ തീർത്ഥങ്ങളിൽ കൊണ്ട് ഒഴിക്കണം. പിന്നെ സംസ്കാരം തന്നെ വ്യത്യസ്ത വിധത്തിലാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മരിക്കുമ്പോൾ നമ്മൾ കത്തിച്ച് കളയും. മറിച്ച് സന്യാസിയാണെങ്കിലോ എന്ത് ചെയ്യും? സമാധിയിൽ. അതെങ്ങനെയാണ്? കർപ്പൂരം, ഭസ്മം, തുളസി ഇതിങ്ങനെയൊക്കെയുള്ള പൂക്കളൊക്കെ ഇട്ട് അദ്ദേഹത്തിന് സമാധിയാണ് എടുക്കുന്നത്. പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ
പകുതി കത്തിച്ചിട്ട് ബാക്കിയെടുത്ത് എവിടെ ഇടും? ഗംഗയിലേക്ക് ഇടാറുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, കാരണം നദിയെ നശിപ്പിക്കുന്നതാണത്. എന്തായാലും അവരുടെ ഒരു വിശ്വാസം, ഗംഗാജലത്തിൽ പോയി ആശ്രമം പോയി കഴിഞ്ഞാൽ അത് അവർക്ക് മോക്ഷം കിട്ടുമെന്നുള്ളതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ ഗംഗയിലേക്ക് എടുത്തിടുന്ന കാര്യങ്ങളുണ്ട്. പിന്നെന്താണ് ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം, നിരിഞ്ഞ് തീരാറാവുന്ന ഒരു സിഗരറ്റ് കുറ്റി പോലെയാണ്. തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ പപ്പ് വരെ നമ്മളിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കും ഭൗതികമായ സുഖങ്ങൾ. ഈ സുഖങ്ങളെല്ലാം നമ്മളെ എവിടെയാണ് എത്തിക്കുന്നത്? മാരകമായ അസുഖങ്ങളെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ഭൗതികതയിൽ നമ്മളെ കൂടുതൽ പെടുത്തി അവസാനം മരണത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഓരോ നിമിഷവും എന്താ പറയുക, ഉടഞ്ഞ പാത്രത്തിൽ നിന്ന് പോകുന്ന വെള്ളം പോലെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ ആയുസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ തുള്ളിയും പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? ചത്ത് പോയി അല്ലെങ്കിൽ ചത്തുപോയി എന്ന് പറയും. അപ്പോൾ ആയുസ് എന്ന് പറയുന്നത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ തുള്ളി തീരുന്നപ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്. നമ്മുടെ ആധുനിക ശാസ്ത്രവും പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലും ഓരോ ദിവസവും നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സത്യമാണ്, നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലർ താങ്ങാനാകാത്ത ദുഃഖങ്ങൾ കാരണം എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യാറുണ്ട്. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ചും പുരാണം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അപകടങ്ങളിൽ മരിക്കുന്നത്, മറ്റൊരാൾ കൊല്ലപ്പെടുന്നത്, കൂടാതെ ഈ എന്താ പറയുക, താങ്ങാനാവാത്ത ദുഃഖങ്ങൾ കാരണം, അല്ലെങ്കിൽ കുറ്റബോധം കാരണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാൽ പലരും ആത്മഹത്യ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ ജയിൽ ചാടുന്നത് പോലെയാണ് ശാസ്ത്രം പറയുന്നത്. ഭയങ്കര ശിക്ഷയാണ്, അവന് ഭയങ്കര അടിയായിരിക്കും. കാരണം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഇത്ര വയസ്സ് വരെ ഇവിടെ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞാണ് ഒരു കണക്ക് കൂട്ടിയാണ് വിടുന്നത്. അതിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ശിക്ഷ കൂടും. ഇവർക്ക് ഈ തീരാത്ത ആഗ്രഹങ്ങളുമായിട്ട് ഇവരിങ്ങനെ കിടന്ന് അലയാറുണ്ട്. അവർക്കൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവരോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ആഗ്രഹം സാധിക്കാൻ എന്തില്ല? ശരീരമില്ല. അപ്പോൾ ദേഷ്യമുണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? വീക്കായിട്ടുള്ള മൈൻഡ് വീക്കായിട്ടുള്ള പല പ്രശ്നങ്ങളായിട്ട് ടെൻഷൻ അടിച്ച് നടക്കുന്ന ആൾക്കാരിൽ അവരുടെ വീക്ക് പോയിന്റ് വഴി അവരെ പേടിപ്പെടുത്തി എങ്ങനെയെങ്കിലുമൊക്കെ അവർ അവരുടെ ഉള്ളിലേക്ക് കിടക്കാൻ ശ്രമിക്കും. പലപ്പോഴും പരാജയപ്പെടും. കാരണം ഒരു ശരീരത്തിൽ രണ്ട് ആത്മാർത്ഥതകൾ കയറാൻ പറ്റില്ല. ചിലർ എങ്ങനെയൊക്കെ അള്ളിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നു പറഞ്ഞ പോലെ എങ്ങനെ ഇരുന്ന് ഇയാളെ കൊണ്ട് പലതും നേടാൻ ശ്രമിക്കും. അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. പിന്നെ അത് ചിലരെയൊക്കെ എന്തോലും വല്ലാത്ത മാനസിക രോഗികളായിട്ടൊക്കെ ആക്കും. അപ്പോൾ ഇപ്പോൾ ചോറ്റാനിക്കര പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ സൂര്യകാലടി പോലെയുള്ള മനകളിലൊക്കെ എൻ്റെ പ്രേതബാധയെ കൊഴിപ്പിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. ചില ദുർമ്മമന്ത്രാദികളൊക്കെ ഈ ആത്മാക്കളെ വല്ലാത്ത രീതിയിൽ തറയ്ക്കാറുണ്ട്. കാലിലൊക്കെ ആണിയൊക്കെ അടിച്ച് തറയ്ക്കാറുണ്ട്. അത് അവർക്കൊരിക്കലും മോചനം കിട്ടാത്ത ഒരവസ്ഥ സൃഷ്ടിക്കും. അവസാനം ഇവരെന്ത് ചെയ്യും? ഇവരെയൊക്കെ ശപിക്കും, ഈ പറയുന്ന മന്ത്രവാദിയൊക്കെ. അങ്ങനെ മന്ത്രവാദികളൊക്കെ അവസാനം നരകിച്ചൊക്കെ മരിക്കാറുണ്ട്. ഈ ക്രൂരമായിട്ട് ഇങ്ങനെ ആത്മാക്കളൊക്കെ തറച്ച് വയ്ക്കുന്നവരൊക്കെ അവർ ശപിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ക്രൂരമായിട്ട് നരകിച്ചൊക്കെയാണ് മരിക്കുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമേ അല്ല. ഒരു കാരണവശാലും എത്ര ദുഃഖം വന്നാലും ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ നമ്മൾ എന്ന് പറയുന്നത് വറതട്ടയിൽ നിന്നും എരിതീയിലേക്ക് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും വലിയൊരു പ്രശ്നത്തിലേക്കാണ് എടുത്ത് തള്ളുന്നത്. അതുകൊണ്ട് ആത്മഹത്യ ഒരു കാരണവശാലും ആരും ചെയ്യരുത്. ഏറ്റവും കൂടുതൽ മദ്യപാനികൾ, മാംസാഹാരികൾ, രോഗികൾ, ചൂതുകളി, ലോട്ടറി ഒക്കെ, ക്യാൻസർ പേഷ്യൻ്റ് ഒക്കെ ഉള്ളത് കേരളത്തിൽ ആണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യകളും നടക്കുന്നത്. നമ്മൾ ഈ പറയുന്നത് പോലെ മറ്റുള്ളവനെ കാണിക്കാൻ വേണ്ടി പലതും കടം വാങ്ങിച്ചും ഒക്കെ പല ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കും. തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ എല്ലാം കൂടെ ചേർന്ന് വിഷം വാങ്ങിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തൂങ്ങി മരിക്കുകയൊക്കെ ചെയ്ത് കേരളീയരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവർ. പിന്നെ നമ്മുടെ മരണങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കോമണായിട്ട് കാണാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആ കരച്ചിലൊക്കെ ഒന്ന് തീരും. കരച്ചിൽ പൂർണ്ണമായിട്ട് തന്നെ തീർന്നു കിട്ടും. പിന്നെ അടുത്ത അവരെന്താണ് ചിന്തിക്കുന്നത്? അവർ ഫുഡിനൊക്കെ ഉള്ള ഓർഡർ കൊടുക്കാൻ തുടങ്ങും. ഹോട്ടലുകളിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്ററിംഗ് സെൻ്ററുകളിലേക്കൊക്കെ കൊടുക്കാൻ തുടങ്ങും. കൊച്ചുകുട്ടികളൊക്കെ പിന്നെ സ്വതന്ത്രമായിട്ട് ഓടാൻ തുടങ്ങും, ചാടി അങ്ങോട്ട് ചുറ്റും അറിയാൻ തുടങ്ങും. പിന്നെന്താ, ഈ ചില ടീമുകളൊക്കെ ദുഃഖം മറക്കാനെന്നോളം ഉടനെ തന്നെ ഒരു വിരുദ്ധരേജിലേക്ക് ആളെ വിടാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കുട്ടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ദുഃഖം മറക്കാൻ ശ്രമിക്കാറുണ്ട്.
ചില യുവാക്കളും യുവതികളൊക്കെ ഫോൺ നമ്പറൊക്കെ കൈമാറാറുണ്ട്. പിന്നെ കുറേ പേരൊക്കെ മൊബൈലൊക്കെ തോണ്ടി തലയും കുമ്പിട്ട് ഇരിക്കാറുണ്ട്. പിന്നെ അടുത്തുള്ള ചിലരൊക്കെ മരണത്തിന് വരുന്നവർ അടുത്തുള്ള സ്ഥലങ്ങളുടെ വിശേഷങ്ങൾ, അടുത്തുള്ള അമ്പലങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, അല്ലെങ്കിൽ നടന്മാർ, അവരെക്കുറിച്ച് ആ സ്ഥലത്തുള്ള നടന്മാർ അവരെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കും. ആൾക്കൂട്ടം പൊതുവിൽ ചുരുങ്ങി വരും. ഫുഡ് കഴിച്ചവരെല്ലാം കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് സാമ്പാറിന് ഉപ്പില്ലായിരുന്നു, മറ്റേ ഇഡ്ഡലിക്ക് മാവ് വെന്തില്ല എന്നൊക്കെ പറഞ്ഞ് ചില കുറ്റങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. പിന്നെന്താണ്, ഭാര്യയും മക്കളും അടുത്തുള്ള ബന്ധുക്കളും അയൽക്കാരുമായിട്ട് ആൾക്കാർ വളരെ അങ്ങ് ചുരുങ്ങും. പിന്നെ എന്താ, FBയിൽ ഈ മരിച്ച അവസാനം ഇട്ട പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടി, എത്ര കമൻറ്റ് വന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ ആ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടാവും. പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് തമ്മിൽ അങ്ങോട്ട് തെറി വിളിയൊക്കെ വിളിച്ച് അവസാനം നാട്ടുകാർ പറഞ്ഞ് വിടുന്നാറുണ്ട്, വഴക്കൊക്കെ കഴിയാറുണ്ട്. പിന്നെന്താണ്, മക്കളാണെങ്കിൽ എമർജൻസി ലീവൊക്കെ എടുത്ത് വന്നതുകൊണ്ട് അതിന് വേണ്ടിയുള്ള ലീവ് നീട്ടാനൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കും. വീട്ടിലുള്ളവർ പഴയതുപോലെ സീരിയലുകളിലേക്ക് തിരിച്ചു പോകാറുണ്ട്. പിന്നെ എന്നത്തെ പോലെ ലോകം സാധാരണയായിട്ട് പോകും. നിങ്ങളെയൊക്കെ ലോകം മറക്കും. ഈ മരിച്ചുപോയ ആളിന് ലോകം മറക്കാൻ സാധ്യതയുണ്ട്. കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് തന്നെ വർഷങ്ങളൊക്കെ കടന്നു പോകും. ആർക്കും നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെയാവും. പുനർജന്മ വിശ്വാസത്തിൽ അല്ലെങ്കിൽ പുനർജന്മ സത്യത്തിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും അതിനിടയിൽ എത്തപ്പെട്ടിട്ടുണ്ടാകും. ഇത്ര പെട്ടെന്ന് നിങ്ങളെ മറക്കാൻ കാത്തിരിക്കുന്നവരിൽ ആരെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ ഇത്രയും കാലം കടന്ന് നെട്ടോട്ടം ഓടിയത്, അതിനുവേണ്ടി ആൾക്കാരെ പറ്റിച്ചത്, വെട്ടിച്ചത്, ചതിച്ചത് എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ ആ സമയത്ത് നിങ്ങളുടെ ബോധത്തിലുണ്ടാവും. പിന്നെന്താണ്, നിങ്ങൾ ഈ കൊടുത്ത ഇതൊന്നും നിങ്ങൾ ആരെയും തൃപ്തിപ്പെടുത്താൻ പോകുന്നില്ല. അവർക്ക് ആർക്കും നിങ്ങളെ തൃപ്തിപ്പെടുത്താനും പറ്റില്ല. പിന്നെന്താണ്, നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആത്മാവുമായി ബന്ധപ്പെട്ട പരമാത്മാവിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു കുറ്റബോധം ആ സമയത്ത് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ മരിച്ചു പോയ ഒരു ആത്മാവിനുണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇതൊക്കെ സാധ്യതകളാണ്, എല്ലാവർക്കും നമുക്കൊന്നും ബാധകമല്ല. പിന്നെന്താണ്, എല്ലാ ജന്മത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആത്മബന്ധു എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ബോധം ആ സമയത്ത് നമുക്ക് ഉണ്ടാവും. പക്ഷെ നമുക്ക് സമയം വൈകിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ എല്ലാ ജന്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ദുർലഭമായ മനുഷ്യജന്മത്തിലൂടെ നാം ആരാണ്, ഭഗവാൻ ആരാണ്, എന്താണ് ജനനം, എന്താണ് മരണം, എന്താണ് കർമ്മം, എന്താണ് ധർമ്മം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവും പുരുഷാർത്ഥമൊക്കെ നേടാനുള്ളതാണ് മനുഷ്യജന്മം. ഓരോ യുഗത്തിനും അതിനായിട്ട് ഓരോരോ യുഗധർമ്മങ്ങളുണ്ട്. കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള യുഗധർമ്മം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഹരിനാമ സങ്കീർത്തനമാണ്. അപ്പോൾ അതിന് എന്ത് വേണം, നമ്മൾ യമനിയമങ്ങളൊക്കെ പാലിച്ച് ഒരു ജീവിയെ വേദനിപ്പിക്കാതെ സമഭാവനയോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ഭക്തിയുത ഭഗവത് സേവനം ചെയ്ത് ഭഗവാന്റെ അരികിലേക്ക് പോകാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഹരേ കൃഷ്ണ.